നമസ്കാരം, മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നായ 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. നമുക്ക് പോയിന്റുകളിലേക്ക് പോകാം. അപ്പോൾ ഹെഡിങ് ശ്രദ്ധിച്ചോ. 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026. ആദ്യ ചോദ്യം ആ ഹെഡിങ്ങിൽ തന്നെയുണ്ട്. 2026 നടന്നത് എത്രാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്? 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്തിടെ പൂർത്തിയായത്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ചോദ്യം നോക്കിയോ. നടന്ന ദിവസം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം, 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. 2026 ഏപ്രിൽ മാസം 9-ാം തീയതി. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2026 നമ്മൾ കേട്ട മറ്റ് സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അവിടെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോളണം. ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കേരളത്തിനൊപ്പം എന്ന് കൃത്യമായിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിനൊപ്പം, അതായത് 2026 ഏപ്രിൽ 9-ന് കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടോ ബംഗാളോ ഒന്നുമല്ല. ഒന്ന് ആസാമും 2 പുതുച്ചേരിയുമാണ്. ആസാം എന്ന് പറയുന്നത് സംസ്ഥാനവും പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശവുമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. കിട്ടുമല്ലോ. അടുത്ത പോയിന്റ്, ഘട്ടം. കേരളത്തിൽ ഇലക്ഷൻ നടന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? യെസ്, ഒരു ഘട്ടമാണ്. ഒറ്റ ഘട്ടത്തിൽ ഇലക്ഷൻ നടപടികൾ പൂർത്തീകരിച്ചു. 2026 ഏപ്രിൽ 9 ഒരേ ഒരു ദിവസമാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലേക്കും ഇലക്ഷൻ നടന്നത്. അപ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഘട്ടങ്ങളുടെ എണ്ണം 1 കൂടി അവിടുന്ന് ഓർത്തു വെച്ചിരിക്കുക. നാളെ നോക്കൂ, മണ്ഡലങ്ങൾ. എത്ര നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത്? 140 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. നമുക്ക് 140 MLA-മാരെയും കിട്ടിയിട്ടുണ്ട്. ക്ലിയർ. അടുത്ത ചോദ്യം, പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം. എത്ര പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ വോട്ടിങ്ങിന് വേണ്ടി സജ്ജമാക്കിയിരുന്നത്? ആ നമ്പർ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരുന്നത്. ഓക്കെ. ആകെ വോട്ടർമാരുടെ എണ്ണം 2,70,00,000 ജനങ്ങളാണ് ഇത്തവണ വോട്ട് ചെയ്യാനായി കേരളത്തിൽ എത്തിയതെന്ന് കൂടി അവിടെ നിന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, പോളിംഗ് ശതമാനം. ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ടും നോട്ട് ചെയ്യണം. ഇത്തവണത്തെ 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എത്ര % വോട്ടിംഗ് രേഖപ്പെടുത്തിയത്? കൃത്യമായിട്ട് ഓർത്ത് വെച്ചോ. 79.70% ആണ്. ആ പോയിന്റിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം 3 പതിറ്റാണ്ടിന് ശേഷം, അതായത് 1987 ശേഷമുള്ള കേരളത്തിലെ ഉയർന്ന പോളിംഗ് നിരക്കാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ആ പെർസെൻറ്റേജിന് പ്രാധാന്യമുണ്ട്. 79.70% ആണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം. അടുത്ത ചോദ്യം, ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്ന ജില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തിയ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ആളുകളെന്ന് കേൾക്കുമ്പോൾ ജനസംഖ്യ കൂടിയ മലപ്പുറം എന്ന് നിങ്ങൾ അടിക്കരുത്. ഉത്തരം കൃത്യമായിട്ട് നോക്കിയോ. ഉത്തരം കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് പെർസെൻറ്റേജ് 81.32% ജനങ്ങളാണ് അവിടെ വോട്ട് ചെയ്യാനെത്തിയത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല കോഴിക്കോട് ജില്ലയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടുന്ന് കുറഞ്ഞ ജില്ലയും കൂടെ ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന ജില്ല, ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. പക്ഷേ പോളിംഗ് ജില്ല എന്ന് ചോദിക്കുമ്പോൾ വയനാടല്ല, ഉത്തരം പത്തനംതിട്ടയാണ്. ക്ലിയർ തന്നെ. അപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയതെല്ലാം കോഴികളാണെന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പോൾ പെർസെൻറ്റേജ് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ആകെ വോട്ട് ചെയ്യാൻ എത്തിയത് 10 പേര് മാത്രമാണെന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഏറ്റവും കുറവ് ആളുകൾ വോട്ട് ചെയ്ത ജില്ലയും കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഉത്തരം പത്തനംതിട്ട. ക്ലിയർ തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കോഴിക്കോട്, ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്നത് പത്തനംതിട്ട. ക്ലിയർ. ഇനി അതേ ചോദ്യം തന്നെ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്ന മണ്ഡലം ഏത്, അല്ലെങ്കിൽ നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് കുന്ദമംഗലമാണ്. ക്ലിയർ തന്നെ. കുന്ദമംഗലം ഏത് ജില്ലയിലാണ്? കുന്ദമംഗലം അത് കോഴിക്കോട് ജില്ലയിലാണെന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അതല്ലേ? കുന്ദമംഗലം കോഴിക്കോട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പോളിംഗ് റിപ്പോർട്ട് ചെയ്ത മണ്ഡലം ചോദിച്ചാലോ, അത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം ഏത് ജില്ലയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിലാണെന്ന് കൂടി അവിടെ നിന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? 4 ചോദ്യങ്ങൾ തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചേക്കണം. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല കോഴിക്കോട്, ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന ജില്ല പത്തനംതിട്ട, ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന നിയോജക മണ്ഡലം കുന്ദമംഗലം കോഴിക്കോട്, ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം കാസർഗോഡാണെന്ന് കൂടി അവിടെ നിന്ന് കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ നോട്ട റിപ്പോർട്ട് ചെയ്ത മണ്ഡലം ഏതാണ്? നോട്ട അറിയാമല്ലോ. നോട്ടയുടെ പൂർണ്ണ രൂപം ഏതാണ്? നൺ ഓഫ് ദി എബോവ്. ഓക്കെ, നൺ ഓഫ് ദി എബോവ്. നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ കാണപ്പെടുന്ന ഒരു ബട്ടണാണ് നോട്ട, അല്ലെങ്കിൽ നിഷേധ വോട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും ഒരു ചിഹ്നത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നോട്ട ബട്ടണിൽ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കുത്താൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ നിഷേധ വോട്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ നോട്ട അല്ലെങ്കിൽ നിഷേധ വോട്ടുകൾ റിപ്പോർട്ട് ചെയ്ത നിയോജക മണ്ഡലം എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമായിട്ട് ഓർത്തോ, ഉത്തരം മഞ്ചേരിയാണ്. മഞ്ചേരി മലപ്പുറം ജില്ലയിലാണ്. മഞ്ചേരിയിൽ റിപ്പോർട്ട് ചെയ്ത നോട്ട വോട്ടുകളുടെ എണ്ണം 3319 വോട്ടാണെന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. സ്വാഭാവികമായിട്ട് ഏറ്റവും കുറവ് നോട്ട് റിപ്പോർട്ട് ചെയ്ത നിയോജക മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് നാദാപുരമാണെന്ന് ഓർത്തു വെച്ചേക്കുക. നാദാപുരം കോഴിക്കോടാണ്. കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത നോട്ട വോട്ടുകളുടെ എണ്ണം 272 വോട്ടാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ട് റിപ്പോർട്ട് ചെയ്ത നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ഏത്? മഞ്ചേരി മലപ്പുറം. ഏറ്റവും കുറവ് നോട്ട് റിപ്പോർട്ട് ചെയ്ത മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ നാദാപുരം കോഴിക്കോട്. ഓക്കെ, 3319 നോട്ട ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തതും 272 നോട്ട വോട്ട് ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തതെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കിട്ടുമല്ലോ? യെസ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് അടുത്ത ഡേറ്റ് വരുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസം, ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വന്ന ദിവസം എന്നാണ്? അത് 2026 മെയ് മാസം 4-ാം തീയതിയാണ്. ഓക്കെ, തിരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9-നും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് 2026 മെയ് മാസം 4-ാം തീയതിയാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത്, അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഏറ്റവും ഉയർന്ന ഒറ്റകക്ഷിയായി മാറിയത് അത് INC ആണ്. INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. INC നേടിയ സീറ്റുകളുടെ എണ്ണം 63 സീറ്റാണെന്ന് കൂടി നിങ്ങൾ അവിടെ നിന്ന് കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി കക്ഷി നില നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉയർന്ന ഒറ്റകക്ഷിയായി മാറിയത് ഏത്? INC ആണ്, 63 സീറ്റുകളുമായിട്ട്. അവർക്കൊപ്പം ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാം കൂടി വന്നതിന് ശേഷം കക്ഷി നില നമ്മൾ പരിശോധിക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി കേരളത്തിൽ അധികാരം കൈവരിച്ചത് UDF ആണ്. കിട്ടുന്നുണ്ടോ? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് നേടിയ സീറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. 102 സീറ്റുകളുമായിട്ട് UDF 1-ാം സ്ഥാനം കൈവരിച്ചു. അപ്പോൾ 2-ാം സ്ഥാനം LDF ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആകെ നേടിയ സീറ്റുകളുടെ എണ്ണം 35 സീറ്റ്. ക്ലിയർ തന്നെ? ചരിത്രത്തിലാദ്യമായിട്ട് BJPയുടെ മികച്ച പ്രകടനമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇത്തവണ BJP 3-ാം സ്ഥാനത്തെത്തി. BJP നേടിയ സീറ്റുകളുടെ എണ്ണം 3 സീറ്റ്. ക്ലിയർ തന്നെ? എത്ര നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത് നമുക്കറിയാം? 140 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ 102 സീറ്റുകളുമായിട്ട് UDF, 35 സീറ്റുകളുമായിട്ട് LDF, 3 സീറ്റുകളുമായിട്ട് BJPയുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾ കൈവരിച്ചത്. അപ്പോൾ എത്ര മണ്ഡലങ്ങളായി? ആകെ 140 നിയോജക മണ്ഡലങ്ങൾ അവിടെ തികഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് BJP 3 സീറ്റുകൾ സ്വന്തമാക്കി. BJPയുടെ മികച്ച പ്രകടനമാണ് ഇത്തവണ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ 3 സീറ്റുകൾ, അതായത് ആ 3 BJP നേടിയ മണ്ഡലങ്ങളും അവിടെ വിജയിച്ച വ്യക്തികളെയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 1-ാമത്തെ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ നേമമായിരുന്നു. നേമത്തെ വിജയം നമുക്ക് എല്ലാവർക്കും അറിയാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആളുടെ പേര് രാജീവ് ചന്ദ്രശേഖർ. 2-ാമത്തെ നിയോജക മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കഴക്കൂട്ടത്തായിരുന്നു BJP സീറ്റ് നേടിയത്. ആ വ്യക്തിയെ നമുക്കറിയാം, V മുരളീധരൻ. പഴയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയൊക്കെ ആയിട്ടുള്ള V മുരളീധരനാണ് ഇവിടെ കഴക്കൂട്ടത്ത് വിജയം കരസ്ഥമാക്കിയത്. അടുത്ത വ്യക്തിയെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അധികം സുപരിചിതനല്ല. ബാക്കി രണ്ടുപേരും അത്യാവശ്യം ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ആരാണ്? BB ഗോപകുമാർ. ചാത്തന്നൂർ നിയോജക മണ്ഡലം കൊല്ലം ജില്ലയിലാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ വിജയ് BB ഗോപകുമാർ ആണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ കക്ഷി നില നമുക്കൊന്നുകൂടി പരിശോധിക്കാം. 140 നിയോജക മണ്ഡലങ്ങൾ പരിഗണിച്ചപ്പോൾ 102 സീറ്റുകളുമായിട്ട് UDF 1-ാം സ്ഥാനം, 35 സീറ്റുകളുമായിട്ട് LDF 2-ാം സ്ഥാനം, 3 സീറ്റുകളുമായിട്ട് BJP 3-ാം സ്ഥാനവും കൈവരിച്ചു. അതിൽ നിന്ന് നമ്മൾ ഓർത്തെടുത്തു BJP നേടിയ 3 മണ്ഡലങ്ങൾ, അവിടെ വിജയിച്ച സ്ഥാനാർത്ഥികൾ. ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നേമം. ഓക്കെ, നേമത്ത് വിജയിച്ചത് രാജീവ് ചന്ദ്രശേഖർ. 2-ാമത്തത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച V മുരളീധരൻ അവിടെ വിജയിച്ചു. അടുത്തത് അവസാനമായിട്ട് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച BB ഗോപകുമാറുമാണ് ഇത്തവണ BJPക്ക് വേണ്ടി മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതെന്ന് കൂടി അവിടെ നിന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കും. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. പരാജയപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം. കിട്ടുമല്ലോ. അവസാനത്തെ ഭരണം പിണറായി സർക്കാരിൻ്റെ 2-ാമത്തെ സർക്കാരാണ് അപ്പോൾ പടിയിറങ്ങിയത്. അപ്പോൾ അതേ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരുപാട് മന്ത്രിമാർ ഇത്തവണത്തെ ഇലക്ഷനിൽ പങ്കെടുത്തിരുന്നു. അതിൽ എത്ര മന്ത്രിമാരാണ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ 16-ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. 13 മന്ത്രിമാർ പരാജയപ്പെട്ടു. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. 16-ാം കേരള നിയമസഭയിലെ ഏതാണ്? വനിതാ പ്രാതിനിധ്യം അല്ലെങ്കിൽ
വനിതാ MLA-മാരുടെ എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിക്കും. 11 വനിതാ പ്രാതിനിധ്യമാണ് ഉള്ളത്. ഓക്കെ, അതിൽ തന്നെ UDF-ൽ നിന്നുള്ള 9 വനിതകളും LDF-ൽ നിന്നുള്ള 2 വനിതകളുമാണ് വിജയിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് LDF-ഉം BJP-യും ആയിരുന്നു. 18 സീറ്റുകൾ വീതം 18 വനിതകളെ അവർ നിർത്തിയിരുന്നു. അതിൽ BJP-യുടെ 1 വനിതകളും വിജയിച്ചില്ല. LDF-ന്റെ 16 വനിതകൾ പരാജയപ്പെട്ടു. ആകെ വിജയിച്ചത് 2 വനിതകൾ മാത്രമാണ്. UDF 12 വനിതകളെ മത്സരിപ്പിച്ചിരുന്നു. അതിൽ 9 വനിതകളും വിജയിച്ചു. അതാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ UDF-ൽ നിന്ന് വിജയിച്ച വനിതാ സ്ഥാനാർത്ഥികൾ 9 പേര്, LDF-ൽ നിന്ന് വിജയിച്ചത് 2 പേര്. ക്ലിയർ തന്നെ? അപ്പോൾ LDF-ന്റെ 2 വനിതാ MLA-മാരെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ പേര് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒന്നാമത്തെ LDF-ന്റെ വനിതാ MLA ഒന്ന് OS അംബിക. മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഏത് ജില്ല? തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച OS അംബിക 1. 2 ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഗീതാ ഗോപിയുമാണ് രണ്ടാമത്തെ വനിതാ MLA. ക്ലിയർ അല്ലേ? അപ്പോൾ 16-ാം കേരള നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം 11ആണ്. UDF-ൽ നിന്നുള്ള വനിതകൾ 9 പേര്, LDF-ൽ നിന്നുള്ള വനിതകൾ 2 പേര്. LDF-ൽ നിന്ന് വിജയിച്ച 2 വനിതാ സ്ഥാനാർത്ഥികൾ, ഒന്ന് OS അംബിക, ഏത് മണ്ഡലം? ആറ്റിങ്ങൽ തിരുവനന്തപുരം. രണ്ടാമത്തത് ഗീതാ ഗോപി, നാട്ടിക തൃശ്ശൂരാണെന്ന് കൂടി അവിടെ നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ്, ഇമ്പോർട്ടൻ്റ് പോയിന്റ്, 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി, ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഭൂരിപക്ഷം കൈവരിച്ച വ്യക്തി ആരാണ്? കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. വ്യക്തിയുടെ പേര് PK കുഞ്ഞാലിക്കുട്ടി. നിയോജക മണ്ഡലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ നിയോജക മണ്ഡലം മലപ്പുറമാണ്. പുള്ളിക്കാരൻ നേടിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ട് കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. പുള്ളിക്കാരൻ്റെ ഭൂരിപക്ഷം 85,327 വോട്ടുകളാണ് പുള്ളി കൈവരിച്ചത് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ആകെ ഭൂരിപക്ഷം 85,327. അതോടുകൂടി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി ഒരു റെക്കോർഡിന് അർഹനായിരിക്കുകയാണ്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ വ്യക്തിയായി മാറിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരവും ആര് തന്നെയാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ 16-ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ വ്യക്തി PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം മലപ്പുറം. അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 85,327 വോട്ടുകളാണ്. അതിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന റെക്കോർഡ് കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ടെന്ന് കൂടി അവിടെ നിന്ന് നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. ഈ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിച്ചോ. 2021-ലെ KK ശൈലജയുടെ 60,963 വോട്ട് എന്ന ഭൂരിപക്ഷത്തെയാണ് ആരിപ്പോൾ മറികടന്നത്? നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി മറികടന്നത് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. 2021-ല് KK ശൈലജ, ഓക്കെ, KK ശൈലജ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും നേടിയ 60,963 എന്ന ഭൂരിപക്ഷമായിരുന്നു കേരള നിയമസഭ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. അതിനെ കടത്തി വെട്ടിക്കൊണ്ട് 2026-ൽ ആ റെക്കോർഡ് ഭേദിച്ച് മുന്നിലേക്ക് വന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ഏറ്റവും കൂടിയ ഭൂരിപക്ഷം പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ വ്യക്തി കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇതാ നോക്കിയോ, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ വ്യക്തി ആര് എന്നതിൻ്റെ ഉത്തരം ഈ വ്യക്തിയെ നമ്മൾക്ക് സുപരിചിതനാണ്. ആളുടെ പേര് C രവീന്ദ്രനാഥ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ആളുടെ പേര് C രവീന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം, മണലൂർ തൃശ്ശൂരാണ്. അദ്ദേഹം നേടിയ വോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഓർക്കേണ്ടത്. ഭൂരിപക്ഷം 126 വോട്ട് മാത്രമാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും ഭൂരിപക്ഷം കൂടിയ വ്യക്തി PK കുഞ്ഞാലിക്കുട്ടി, ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ വ്യക്തി C രവീന്ദ്രനാഥ്, മണലൂർ തൃശ്ശൂർ, ഭൂരിപക്ഷം 126 വോട്ടുകൾ മാത്രം. ക്ലിയർ. അടുത്ത ചോദ്യം വെരി 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 ഇമ്പോർട്ടൻ്റ്, മാർക്ക് ചെയ്ത് പഠിച്ചോളണം. യെസ്, മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA. ഓക്കെ, ഇത്രയും കാലം മുസ്ലിം ലീഗ് മത്സരത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുത്തിരുന്നു. വിജയിച്ച് വന്നിട്ടുള്ളവരെല്ലാം പുരുഷന്മാരായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ MLA ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ MLA ആയി നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. ആ പേര് കൃത്യമായി ഓർത്തു വെച്ചോ, ഫാത്തിമ തഹിലിയ. ഓക്കെ, മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA ഫാത്തിമ തഹിലിയ. പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം കേരളത്തിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്താണ്. എവിടെ? പേരാമ്പ്ര ജില്ലയിലാണ്. പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിലാണെന്ന് കൂടി കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. ആ ചോദ്യം കൃത്യമായി PSC ചോദിക്കും. യെസ്, മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA ആയി അടുത്തിടെ നിയമസഭയിലെത്തിയ വ്യക്തി ഫാത്തിമ തഹിലിയ, പേരാമ്പ്ര കോഴിക്കോട്. ഓക്കെ, അതും കൂടി ഓർത്തു വെച്ചിരിക്കുക.
അടുത്ത ശ്രദ്ധിച്ചോ, നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. ക്ലിയർ തന്നെ. അപ്പോൾ തെരഞ്ഞെടുപ്പിനൊപ്പം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന നമ്മൾ ആദരണീയനായ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC എന്തായാലും ഉറപ്പായും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോണം. ഓക്കെ, അപ്പോൾ അതാ നോക്കിയോ, വി.ഡി. സതീശൻ ആദ്യമായിട്ട് ഫസ്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശൻ്റെ പൂർണ്ണമായ നാമധേയം, ഒന്ന് പറ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ. ഓക്കെ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ, ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? തൊട്ട് താഴെ ജനനം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം, കാരണം ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ ജനിച്ച ദിവസം ഒന്ന് പറഞ്ഞാണ് 1964 മെയ് മാസം 31 ജനനം. ഓക്കെ, 1964 മെയ് മാസം 31. അടുത്ത ചോദ്യം എന്താ നോക്കിയോ, ജന്മസ്ഥലം. തിരിഞ്ഞു പോകല്ലേ, വി.ഡി. സതീശൻ്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് നെട്ടൂരാണ്. നെട്ടൂർ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ നെട്ടൂർ എറണാകുളം ജില്ലയിലാണ് എന്നുകൂടി അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ജന്മസ്ഥലം നെട്ടൂർ എറണാകുളം ജില്ല. ഇപ്പോൾ നടന്നൊരു എക്സാമിന് PSC ചോദിച്ച ചോദ്യം കിടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വടക്കൻ പറവൂരാണ്. ഓക്കെ, തിരിഞ്ഞു പോകാതിരിക്കാനാണ് 2 പോയിന്റ് ഞാൻ കൃത്യമായിട്ട് അടുത്ത് തന്നെ സെറ്റ് ചെയ്തത്. ജന്മസ്ഥലം ചോദിച്ചാൽ നെട്ടൂർ എറണാകുളം, നിയോജക മണ്ഡലം ചോദിച്ചാൽ വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂർ എറണാകുളം ജില്ലയിൽ തന്നെയാണെന്ന് അവിടുന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അടുത്തിടെ മരണപ്പെട്ട മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര സലിംകുമാറിൻ്റെ ജന്മസ്ഥലവും ഇതേ സ്ഥലം തന്നെയാണ്. ഓക്കെ, വടക്കൻ പറവൂർ എറണാകുളം. അഡീഷണൽ ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ചലച്ചിത്ര താരം, സിനിമ നടൻ, സംവിധായകൻ, മിമിക്രി ആർട്ടിസ്റ്റായ സലിംകുമാറിൻ്റെ ജന്മസ്ഥലവും വി.ഡി. സതീശൻ്റെ മണ്ഡലവും സെയിം തന്നെയാണ്, വടക്കൻ പറവൂർ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി.ഡി. സതീശൻ്റെ ജന്മദിനം നിങ്ങൾ ഓർക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. അടുത്ത പോയിന്റിൻ്റെ പ്രത്യേകത ഒന്ന് വായിച്ചാണ്, സ്വാതന്ത്ര്യാനന്തരം ജനിക്കുകയും കേരള CM സ്ഥാനത്തെത്തുകയും ചെയ്ത ആദ്യ വ്യക്തിയാണ് വി.ഡി. സതീശൻ. ഈ പ്രസ്താവന ശരിയാണോ എന്ന് PSC ചോദിച്ചാൽ ഉത്തരം ശരിയാണ്. ക്ലിയർ അല്ലേ? വി.ഡി. സതീശൻ ജനിച്ചതെന്നാണ് 1964 പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947 അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ജനിക്കുകയും സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിക്കുകയും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുകയും ചെയ്ത ആദ്യ വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്നുള്ള പ്രസ്താവന കൃത്യമാണ് എന്നുകൂടി അല്ലെങ്കിൽ ശരിയാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കുക. അടുത്ത പോയിന്റ്, 2 പോയിന്റും ഇമ്പോർട്ടൻ്റ്. കേരളത്തിൻ്റെ എത്രാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ എത്രാമത് മുഖ്യമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്ന് ചോദിച്ചാൽ നമ്പർ കൃത്യമായിട്ട് ഓർത്തോ. കേരളത്തിൻ്റെ 24ാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ക്ലിയർ അല്ലേ? എന്നാൽ അടുത്ത ചോദ്യം, കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത് വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്ന് ചോദിച്ചാൽ അത് 13ാമത് വ്യക്തിയാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. പോയിന്റിലെ പോയിന്റ് കളയാനില്ല, ക്ലിയർ ആയിട്ട് പഠിച്ചോണം. നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. വി.ഡി. സതീശൻ പൂർണ്ണമായ നാമധേയം, കൂടെ ഒന്ന് പറ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ. ഓക്കെ, ജനനം 1964 മെയ് മാസം 31. ജന്മസ്ഥലം ചോദിച്ചാൽ നെട്ടൂർ എറണാകുളം. യെസ്, നിയോജക മണ്ഡലം ചോദിച്ചാൽ വടക്കൻ പറവൂർ എറണാകുളം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, സ്വാതന്ത്ര്യാനന്തരം ജനിക്കുകയും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുകയും ചെയ്ത ആദ്യ വ്യക്തി, കേരളത്തിൻ്റെ 24ാമത് മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയാകുന്ന 13ാമത് വ്യക്തി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ആദ്യം മത്സരിച്ചത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ആദ്യമായി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വർഷം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, അത് 1996 ഓക്കെ, എന്നാൽ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന വി. രാജുവിനോട് അദ്ദേഹം പരാജയപ്പെടുകയാണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ വി. രാജുവിനോട് തോറ്റു എന്നവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ. രണ്ടാമത്തെ പോയിന്റ്, ആദ്യമായി നിയമസഭാ അംഗം. വി.ഡി. സതീശൻ ആദ്യമായി വിജയിച്ച് നിയമസഭയിലെത്തിയ വർഷം കൃത്യം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2001 വിജയിച്ച് നിയമസഭാ അംഗമായി. അപ്പോൾ 2 ചോദ്യങ്ങൾ തെറ്റിപ്പോകരുത്. ഒന്നാമത്തത്, ആദ്യമായി നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 96 അന്ന് പരാജയപ്പെട്ടു. ആദ്യമായി വിജയിച്ച് നിയമസഭാ അംഗമായത് 2001. പിന്നെ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അതാണ് അടുത്ത പോയിന്റ്. 2001 മുതൽ 2026 വരെ തുടർച്ചയായ 6 തവണ നിയമസഭാ അംഗമായ വ്യക്തിയാണ് ആര്? വി.ഡി. സതീശൻ എന്ന് കൃത്യമായി ഓർത്തു വെച്ചേക്ക്. എത്ര തവണയാണ് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 6 തവണ നിയമസഭാ അംഗമായ വ്യക്തിയാണ് വി.ഡി. സതീശൻ. ഓക്കെ, അതിൽ തന്നെ പ്രത്യേകതയുള്ള വി.ഡി. സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. ആകെ എടുത്തു പറയത്തക്ക മെയിൻ ഒരു പൊസിഷൻ ഇരുന്നത് 2021 മുതൽ 26 വരെ
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ. കേരളത്തിൻ്റെ 11ാമത് പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ അവസാനത്തെ 2 പോയിന്റും കൂടെ കൃത്യമായിട്ട് ഓർത്തുകൊള്ളണം. 2001 മുതൽ 2026 വരെ തുടർച്ചയായ 6 തവണ നിയമസഭാംഗം. അതിൽ തന്നെ 2021 മുതൽ 26 വരെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിൻ്റെ 11ാമത് പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഈ പോയിന്റ് ശ്രദ്ധിച്ചോ കൃത്യമായിട്ട്. പ്രതിപക്ഷ നേതാവായ ശേഷം മുഖ്യമന്ത്രിയാകുന്ന എത്രാമത് വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് ചോദിച്ചാൽ 3ാമത് വ്യക്തിയാണ് വി ഡി സതീശൻ. ക്ലിയർ? അപ്പോൾ ഇതിനു മുമ്പ് ഇതേ രീതിയിൽ മുഖ്യമന്ത്രിയായ 2 വ്യക്തികൾ കാണുമല്ലോ. യെസ്. അപ്പോൾ 1ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കെ കരുണാകരനാണ്. 1ാമത്തെ വ്യക്തി കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായ ശേഷം CM സ്ഥാനത്തെത്തി. 2ാമത്തെ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് VS അച്യുതാനന്ദനാണ്. ഓക്കെ. അടുത്തിടെ മരണപ്പെട്ടു പോയ പത്മവിഭൂഷൺ ജേതാവൊക്കെ ആയ നമ്മുടെ VS അച്യുതാനന്ദനാണ് ഇതേ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് 2021 മുതൽ 26 വരെ. അതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ചോദ്യം, പ്രതിപക്ഷ നേതാവായ ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത് വ്യക്തിയാണ് വി ഡി സതീശൻ? 3ാമത്. 1 കെ കരുണാകരൻ, 2 VS അച്യുതാനന്ദനുമാണ് എന്ന് അവിടെ നിന്ന് കൃത്യമായി ഓർത്തു വച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. മന്ത്രിയാകാതെ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത് വ്യക്തിയാണ് വി ഡി സതീശൻ? തിരിഞ്ഞു പോകല്ലേ. മന്ത്രിയാകാതെ ഇതുവരെ ഒരു തവണ പോലും മന്ത്രിസ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് വി ഡി സതീശൻ. അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രസക്തി. മന്ത്രിയാകാതെ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് ചോദിച്ചാൽ അത് 6ാമത് വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ബാക്കി 5 പേരെയും താഴെ പറഞ്ഞിട്ടുണ്ട്. 1ാമത്തത് ആദ്യ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമല്ലോ. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. മന്ത്രിയാകാതെ മുഖ്യമന്ത്രിയായ 2ാമത്തെ വ്യക്തി പട്ടം താണുപിള്ള. 3ാമത്തെ വ്യക്തി EK നയനാർ. യെസ്, 3ാമത്തെ വ്യക്തി. 4ാമത്തെ വ്യക്തി AK ആൻ്റണി. നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിസ്ഥാനത്ത് വരുന്നിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. യെസ്, എല്ലാമായ AK ആൻ്റണി. അവസാനമായിട്ട് 2023 ജൂലൈ 18 മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മൻചാണ്ടിയുമാണ് എന്നവിടെ നിന്ന് കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, മന്ത്രിയാകാതെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന 6ാമത്തെ വ്യക്തി വി ഡി സതീശൻ. 1 EMS നമ്പൂതിരിപ്പാട്, 2 പട്ടം താണുപിള്ള, 3 EK നയനാർ, 4 AK ആൻ്റണി, 5 ഉമ്മൻചാണ്ടി. ക്ലിയർ? ഓക്കെ. അടുത്ത ലാസ്റ്റ് സെക്ഷനിലെ ലാസ്റ്റ് പോയിന്റ് നോക്കിയോ. മുഖ്യമന്ത്രിയാകുന്ന എത്രാമത് കോൺഗ്രസ് നേതാവാണ് വി ഡി സതീശൻ? ഓക്കെ. മുഖ്യമന്ത്രിയാകുന്ന 5ാമത് കോൺഗ്രസ് നേതാവാണ് വി ഡി സതീശൻ. അപ്പോൾ ബാക്കി 4 പേര്: 1 R ശങ്കർ, 2 കെ കരുണാകരൻ, 3 AK ആൻ്റണി, 4 ഉമ്മൻചാണ്ടി. ക്ലിയർ അല്ലേ? 1 R ശങ്കർ, 2 കെ കരുണാകരൻ, 3 AK ആൻ്റണി, 4 ഉമ്മൻചാണ്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ അവസാനം പറഞ്ഞ 3 സെറ്റ് ചോദ്യങ്ങളും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിപക്ഷ നേതാവായ ശേഷം CM ആകുന്ന എത്രാമത് വ്യക്തി? 3ാമത് വ്യക്തിയാണ് വി ഡി സതീശൻ. മന്ത്രിയാകാതെ മുഖ്യമന്ത്രിയാകുന്ന 6ാമത് വ്യക്തിയാണ് വി ഡി സതീശൻ. പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന 5ാമത് കോൺഗ്രസ് നേതാവ് കൂടെയാണ് വി ഡി സതീശൻ എന്ന് തിരിഞ്ഞു പോകാതെ കൃത്യമായി ഓർത്തു വച്ചിരിക്കുക. ഓക്കെ ആണേ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. 2018 കേരളത്തിലെ പ്രളയ സമയത്ത് പറവൂർ മണ്ഡലത്തിലെ, ഓക്കെ അറിയാലോ, വി ഡി സതീശൻ്റെ നിയോജക മണ്ഡലമാണ് പറവൂർ. ഓക്കെ. പറവൂർ മണ്ഡലത്തിലെ തകർന്നുപോയ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി വി ഡിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി, ജനകീയ പദ്ധതി ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് ഓർത്തു വെച്ചോളണം. പദ്ധതിയുടെ പേര് പുനർജനി പദ്ധതി. അല്ലെങ്കിൽ ചോദിക്കും താഴെ പറഞ്ഞാൽ പുനർജനി എന്ന പദ്ധതി താഴെ പറഞ്ഞാൽ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാലും അത് വി ഡി സതീശൻ്റെ പദ്ധതിയാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. 2018 കേരളത്തിലെ പ്രളയ സമയത്ത് പറവൂർ നിയോജക മണ്ഡലത്തിലെ തകർന്നുപോയ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ പദ്ധതി. ഉത്തരം ഏത്? പുനർജനി പദ്ധതി. അടുത്ത ചോദ്യം കിഡിലൻ ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ബോക്സിനകത്ത് എഴുതി പഠിക്കേണ്ട ചോദ്യം. ഇത്തവണത്തെ 16ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പരാജയപ്പെടുത്തിയ വ്യക്തി ആരെയാണ്? ആരെ തോൽപ്പിച്ചാണ് ഇത്തവണ വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ളത്? വ്യക്തിയുടെ പേരൊന്ന് പഠിച്ചു വെച്ചോ. ആളുടെ പേര് E.T. ടൈസൺ മാസ്റ്റർ. ഓക്കെ. അവിടെ വി ഡി സതീശൻ നേടിയ ഭൂരിപക്ഷം കൃത്യമായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. 20,600 വോട്ടിനാണ് ആര് വിജയിച്ചത്? വി ഡി സതീശൻ വിജയിച്ചതെന്ന് കൂടി കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ വി ഡി സതീശൻ്റെ ഗൃഹനിർമ്മാണ പദ്ധതി, പറവൂർ നിയോജകമണ്ഡലത്തിലെ പദ്ധതി പുനർജനി. അവസാനം ഇപ്പോഴത്തെ ഇലക്ഷനിൽ വി ഡി സതീശൻ പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ പേര് E.T. ടൈസൺ മാസ്റ്റർ. വി ഡി സതീശൻ്റെ ഭൂരിപക്ഷം
എത്ര വോട്ട്? 20,600 വോട്ടാണെന്ന് കൂടി കൃത്യമായി ഓർത്തു വച്ചിരിക്കും. അടുത്തത് നോക്കിയോ, കേരളത്തിലൊരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ കൃത്യമായി അതിനൊരു പ്രതിപക്ഷവും കൂടെ കാണും. അപ്പോൾ നിലവിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആളുടെ നമുക്കറിയാം, ആളുടെ പേര് മുൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. ക്ലിയർ തന്നെ. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, 16ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി നിയമിതനായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ എത്രാമത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ 12ാമത് പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഓർത്തു വച്ചേക്കുക. വി ഡി സതീശൻ 11ാമത് പ്രതിപക്ഷ നേതാവായിരുന്നു. നിലവിലുള്ള പിണറായി വിജയൻ 12ാമത് പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം കൃത്യമായിട്ട് ഓർത്തു വച്ചിരിക്കണം, ധർമ്മടമാണ്. ധർമ്മടം കണ്ണൂർ ജില്ലയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ധർമ്മടം കണ്ണൂർ ജില്ല. പിണറായി വിജയൻ ഇത്തവണത്തെ നിയമസഭയിൽ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇത്തവണത്തെ നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം കൂടെയാണ് പിണറായി വിജയൻ. പ്രായമൊന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം, 82 വയസ്സാണ് പിണറായി വിജയൻ്റെ പ്രായമെന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇവിടെയും നമ്മുടെ വി ഡി സതീശൻ്റെ ഒരു ചോദ്യം ഞാൻ ബോക്സിനകത്താക്കാൻ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെയും ബോക്സിൻ്റെ അകത്ത് പഠിച്ചു വെച്ചേക്കേണ്ട ചോദ്യം ദാ കിടക്കുന്നു. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ പേര്. ഓക്കെ, ആ പേര് അവിടെ നിന്ന് കിട്ടണം. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്. കിട്ടുമല്ലോ. ധർമ്മട നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ്? അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദാണ് എതിരെ മത്സരിച്ചതെന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് പിണറായി വിജയൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് PSC ചോദിക്കാൻ സാധ്യത 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാര് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ MLA ആര് എന്നതിന് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ അത് AD തോമസ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. AD തോമസിൻ്റെ നിയോജക മണ്ഡലം ആലപ്പുഴയാണെന്ന് കൂടി കൃത്യമായി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? 16ാം കേരള നിയമസഭയുടെ എത്രാമത് പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ? 12ാമത് പ്രതിപക്ഷ നേതാവ്. പിണറായി വിജയൻ പ്രതികരിച്ച നിയോജക മണ്ഡലം ധർമ്മടം കണ്ണൂരാണ്. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാര് എന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയനാണ്, 82 വയസ്സ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ്? അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ചോദിച്ചാൽ AD തോമസ്. AD തോമസിൻ്റെ പ്രായം 30 വയസ്സാണ്. AD തോമസ് പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം ആലപ്പുഴയാണെന്ന് കൂടി കൃത്യമായിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കും. ഓക്കെ, അടുത്ത പാർട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലെ ഓരോ മന്ത്രിമാരുടെ വകുപ്പുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളവിടെ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിസഭ അധികാരത്തിൽ വന്നു, സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം. ഓക്കെ, അത് നിങ്ങളിവിടെ ഒന്ന് ഓർത്ത് വെച്ചോളണം. പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ദിവസം ഒന്ന് ഓർത്താൽ കൊള്ളാം. അത് 2026 മെയ് മാസം 18-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളണം. അത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയമാണ് അതിന് ആതിഥേയത്വം വഹിച്ചതെന്ന് ഓർത്തോണം. എല്ലാ പേർക്കും അല്ലെങ്കിൽ 21ഓളം മന്ത്രിമാരാണുള്ളത്. എല്ലാ മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് നമ്മുടെ ആദരണീയനായ കേരള ഗവർണറാണ്. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. ഗവർണറാണ് എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് എന്നുകൂടി അവിടെ നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ മന്ത്രിമാരും വകുപ്പുകളും പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് ആദ്യം ഓർത്തു വയ്ക്കേണ്ട പോയിന്റുകൾ: പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ദിവസം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന ദിവസം 2026 മെയ് 18. ആ ചടങ്ങിന് ആതിഥേയത്വം വഹിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ആയിരുന്നു. എല്ലാ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണെന്ന് കൂടി നിങ്ങൾ കൃത്യമായി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കുക. ഇപ്പോഴത്തെ നിയമസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഈ 21 മന്ത്രിമാരിൽ 2 പേര് വനിതാ മന്ത്രിമാരാണെന്ന് കൂടി അവിടെ നിങ്ങൾ ഓർത്തു വെച്ചോളണം. ക്ലിയർ തന്നെ? അപ്പോൾ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം 21. അതിൽ തന്നെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 2 പേരാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ ഓരോ മന്ത്രിമാരും വകുപ്പുകളും സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിച്ചോ, മന്ത്രിമാരും വകുപ്പുകളും. ഒന്നാമത്തെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ മന്ത്രി ശ്രദ്ധിച്ചോ, VD സതീശൻ. എല്ലാ വ്യക്തികളുടെയും മണ്ഡലവും ജില്ലയും ഒന്ന് ഓർത്തു വെച്ചാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മന്ത്രി ഏതാണ്? VD സതീശൻ. മണ്ഡലം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വടക്കൻ പറവൂർ. ഏത് ജില്ല? എറണാകുളം ജില്ലയാണ് നിയോജക മണ്ഡലം. ഇനി ഓരോ വകുപ്പുകളായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. വകുപ്പുകളൊന്ന് നോക്കിക്കൊള്ളണം. ഒന്നാമത്തെ വകുപ്പ് കേരളം ഭരിക്കുന്നത് തന്നെ VD സതീശനാണ്. അപ്പോൾ ഒന്നാമത്തെ വകുപ്പ് പൊതുഭരണം. ക്ലിയർ അല്ലേ? ഒരു നാട് ഭരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു നിയമാവലി ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ വകുപ്പ് നിയമം. ഓക്കെ, നിയമം മാത്രം പോരാ, കയ്യിൽ കാശും
വേണം. അപ്പോൾ മൂന്നാമത്തെ വകുപ്പ് ധനകാര്യം. ധനം കയ്യിൽ വരണമെങ്കിൽ ലോട്ടറി അടിക്കണം. അപ്പോൾ അടുത്ത വകുപ്പ് ഇതാ കിടക്കുന്നത് ലോട്ടറി പൈസ എല്ലാം കൊണ്ട് നമ്മൾ ഇടുന്നത് ട്രഷറിയിലാണ്. അപ്പോൾ അടുത്ത വകുപ്പ് ട്രഷറി ഇടുന്ന പൈസയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. അപ്പോൾ അടുത്ത വകുപ്പ് നികുതി. ക്ലിയർ അല്ലേ? ഓർഡറിൽ ഒന്ന് പറഞ്ഞു നോക്കിയാണ് പൊതുഭരണം, നിയമം, ധനകാര്യം, ലോട്ടറി, ട്രഷറി, നികുതി. ക്ലിയർ അല്ലേ? അതാണ് ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ നോക്കിയോ. കേരള സംസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ സംഭവമാണ് എന്തോന്നാണ്? ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ച. ഓക്കെ, അപ്പോൾ അടുത്ത വകുപ്പ് ശാസ്ത്ര സാങ്കേതിക മേഖല. ശാസ്ത്ര സാങ്കേതിക മേഖല വളരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിലുള്ള എന്തും വളരും, തുറമുഖങ്ങളും വളരും. അപ്പോൾ അടുത്ത വകുപ്പ് തുറമുഖം. ഓക്കെ, വെള്ളത്തിൽ നിന്ന് നേരെ കരയിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള രണ്ട് സാധനങ്ങൾ, ഒന്ന് മെട്രോ, അടുത്തത് റെയില്. ഓക്കെ, കരയിൽ നിന്ന് നേരെ ആകാശത്തേക്ക് പോകുമ്പോൾ വിമാനങ്ങളാണ്. അപ്പോൾ അടുത്ത വകുപ്പ് എയർപോർട്ട് വഴി വരുന്നത് എപ്പോഴും സൈനികരായിരിക്കും. അപ്പോൾ അടുത്ത വകുപ്പ് സൈനിക ക്ഷേമം. സൈനികരെല്ലാം എപ്പോഴും കേരളത്തിലേക്ക് വരുന്നത് ദുരന്ത നിവാരണം നടത്താനാണ്. അപ്പോൾ അടുത്ത വകുപ്പ് ദുരന്ത നിവാരണം. ക്ലിയർ തന്നെ? ദുരന്ത നിവാരണത്തിന് വേണ്ടി അവർ വരുന്നത് പക്ക പ്ലാനിങ്ങിൽ, സൈനികർ വരുന്നത് പക്ക പ്ലാനിങ്ങോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തായിരിക്കും. അടുത്ത വകുപ്പ് ആസൂത്രണം പ്ലസ് എറ്റ്സെട്ര എന്നുകൂടി പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ള 20 മന്ത്രിമാരെടുക്കാത്ത മൈന്യൂട്ടായിട്ടുള്ള വകുപ്പുകൾ നോക്കുന്നത് വി.ഡി. സതീശനായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓർഡറിൽ പഠിച്ചങ്ങ് വെച്ചോളണം. ഏതെങ്കിലും ഒരു വകുപ്പ് കൃത്യമായി PSC ചോദിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് ഓർഡറിൽ പറയാൻ ശ്രമിക്കൂ. പൊതുഭരണം, ഏതാണ്? നിയമം, ധനകാര്യം, ലോട്ടറി, ട്രഷറി, നികുതി, ശാസ്ത്ര സാങ്കേതികം, വെള്ളത്തിലുള്ള തുറമുഖം, കരയിൽ കയറുമ്പോൾ മെട്രോ, റെയില്, ആകാശത്താകുമ്പോൾ എയർപോർട്ടിൽ വരുന്നത് ഏതാണ്? സൈനികരാണ്. അപ്പോൾ സൈനികക്ഷേമം, ദുരന്ത നിവാരണം, ആസൂത്രണം. ഓക്കെ, അപ്പോൾ ഇത്രയും വകുപ്പ് വി.ഡി. സതീശനാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് കൊടുത്തു വെച്ചേക്കുക. ഒരു വകുപ്പ് എക്സാമിന് ചോദിക്കും. ഓക്കെ അല്ലേ? നമുക്ക് രണ്ടാമത്തെ മന്ത്രിയിലേക്ക് പോകാം. അടുത്ത മന്ത്രി ഫേമസ് നമ്മുടെ രമേശ് ചെന്നിത്തല. ക്ലിയർ അല്ലേ? രമേശ് ചെന്നിത്തല ആദ്യം തന്നെ നിങ്ങൾ ഓർത്തു വെച്ചോണം. രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം ഹരിപ്പാടാണ്. ഓക്കെ, ഹരിപ്പാട് ഏത് ജില്ല? ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോളണം. വകുപ്പുകളൊന്ന് ഓർത്ത് വെച്ചോളണം. തല എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ജസ്റ്റ് ഒരു കോഡ് പോലെ ഓർത്ത് വെച്ചോണം. തലയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. തലയിൽ തൊപ്പിയുള്ള ഐറ്റങ്ങൾ, അല്ലെങ്കിൽ തലയിൽ ആ പദവിയുള്ള ഐറ്റങ്ങളാണ് അത്യാവശ്യം ചെന്നിത്തലയുടെ കീഴിലുള്ളത്. ഓക്കെ, തലയിൽ തൊപ്പിയുള്ള ഒന്നാമത്തെ ഐറ്റം ഏതാണ്? ആഭ്യന്തരം, പോലീസും കാര്യങ്ങളല്ല. അപ്പോൾ ഒന്ന് ആഭ്യന്തരം, രണ്ടാമത്തത് വിജിലൻസ്, തൊപ്പിയുള്ള ഐറ്റങ്ങൾ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. മൂന്നാമത്തെ തലേ തൊപ്പിയുള്ള ഐറ്റം ഏതാണ്? നമ്മുടെ അഗ്നിശമന സേന, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത തലേ തൊപ്പിയുള്ള ഐറ്റം എന്ന് പറയുന്നത് ജയിലാണ്. കിട്ടുന്നുണ്ടോ? പ്രിസൺ ഓഫീസർ, ജയിലർ എല്ലാം അറിയാമല്ലോ. അപ്പോൾ ജയിൽ തലേ തൊപ്പിയുള്ള അവസ്ഥ. അടുത്തൊരു വെറൈറ്റി കേസാണ് കയറ്. കിട്ടുന്നുണ്ടോ? കയറ് നമ്മൾ തൂങ്ങിച്ചാങ്ങാൻ ഉപയോഗിക്കുന്നതും കയറാണ്. അത് തലയെ കെട്ടിയാണ് മരിക്കുന്നത് എന്നങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ ഐറ്റങ്ങൾ വെറുതെ കിട്ടുമോ? അപ്പോൾ ഐറ്റങ്ങളൊന്ന് പറഞ്ഞാണ് ഏതാണ്? ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയില്, കയർ. ഓക്കെ, അതിലൊരു വെറൈറ്റി എന്ന് പറയുന്നത് കയറാണ്. ഓക്കെ, ആ വകുപ്പ് കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ചെന്നിത്തലയുടെ അനുബന്ധ വസ്തുതകൾ അത്യാവശ്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിൽ തന്നെ അഡീഷണൽ പോയിന്റ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 2026 പുറത്തിറങ്ങിയ നോവൽ, രമേശ് ചെന്നിത്തല രചിച്ച ഏറ്റവും പുതിയ നോവൽ. കിടിലം ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോ. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പുതിയ നോവലിൻ്റെ പേര് നിയോഗം. ക്ലിയർ അല്ലേ? ചോദിക്കും നിയോഗം എന്ന നോവലിൻ്റെ രചയിതാവ് താഴെ പറഞ്ഞതിൽ ആരെയാണ്? കൃത്യമായ ഓപ്ഷനിൽ ആര് കാണും? രമേശ് ചെന്നിത്തല കാണും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 2026 പുറത്തിറങ്ങിയ ചെന്നിത്തലയുടെ ഏറ്റവും പുതിയ നോവൽ നിയോഗം. യെസ്. അടുത്തത് രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രത്തിൻ്റെ പേര് എന്താണ്, അല്ലെങ്കിൽ ബയോഗ്രഫിയുടെ പേര് ഓർത്ത് വെച്ചോ. രമേശ് ചെന്നിത്തല പിന്നിട്ട വഴികൾ. ഓക്കെ, രമേശ് ചെന്നിത്തല പിന്നിട്ട വഴികൾ ബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മകഥയാണ് സ്വന്തമായിട്ട് എഴുതുന്നത്. ജീവചരിത്രം മറ്റൊരാളെ എഴുതി കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എഴുതി കൊടുത്ത വ്യക്തി ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്. ആളുടെ പേര് സന്തോഷ് JKV എന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്ര ഗ്രന്ഥം എഴുതി കൊടുത്തത്. അതേപോലെ രമേശ് ചെന്നിത്തലയുടെ യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ പേര്, രമേശ് ചെന്നിത്തല രചിച്ച ട്രാവലോഗിൻ്റെ പേര് കൃത്യമായി ഓർത്തു വെച്ചോ. പുസ്തകത്തിൻ്റെ പേര് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ. ഓക്കെ, ഗാന്ധി ഗ്രാമങ്ങളിലൂടെ. ചെന്നിത്തല കോൺഗ്രസ് നേതാവാണല്ലോ. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഗാന്ധിജിയാണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. ഗാന്ധി ഗ്രാമങ്ങളിലൂടെ യാത്രാ വിവരണ ഗ്രന്ഥം. ചെന്നിത്തലയുടെ മറ്റു പുസ്തകങ്ങൾ കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചുകൊണ്ടാൽ സഭയിലെ പോരാട്ടം. അടുത്തത് ആർക്കും വേണ്ടാത്ത കേരയിൽ. ഓക്കെ, ആർക്കും വേണ്ടാത്ത കേരയിൽ. ഇത്രയും ചോദ്യങ്ങൾ രമേശ് ചെന്നിത്തലയിൽ നിന്ന് കൃത്യമായി ഓർത്തു വെച്ചോണം. അപ്പോൾ രമേശ് ചെന്നിത്തല അഡീഷണൽ പോയിന്റ് വകുപ്പുകൾ നമ്മൾ കൃത്യമായി പറഞ്ഞു. ഏറ്റവും പുതിയ നോവലിൻ്റെ പേര് നിയോഗം. രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് രമേശ് ചെന്നിത്തല പിന്നിട്ട വഴികൾ. എഴുതി കൊടുത്തത് സന്തോഷ് JKV. രമേശ് ചെന്നിത്തലയുടെ യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ പേര് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ. രമേശ് ചെന്നിത്തലയുടെ മറ്റ് 2 പുസ്തകങ്ങൾ സഭയിലെ പോരാട്ടം, ആർക്കും വേണ്ടാത്ത കേരയിൽ. ഓക്കെ, അപ്പോൾ 2 മന്ത്രിമാർ കംപ്ലീറ്റ്.
മൂന്നാമത്തെ മന്ത്രിയെ ശ്രദ്ധിച്ചോ, കെ മുരളീധരൻ. അറിയാമല്ലോ, പഴയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ കരുണാകരൻ്റെ മകനാണ് ഇദ്ദേഹം, കെ മുരളീധരൻ. അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. ആദ്യമായി നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. കെ മുരളീധരൻ്റെ മണ്ഡലം എല്ലാവർക്കും അത്യാവശ്യം അറിയാം. മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് ഏത് ജില്ല? വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ജില്ലയാണെന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? കെ മുരളീധരനാണ്. കെ മുരളീധരൻ്റെ വകുപ്പുകൾ ഒന്ന് നോക്കി വെച്ചോളണം. കെ മുരളീധരൻ്റെ വകുപ്പ്, മുരളീധരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുരളീധരൻ കൃഷ്ണനാണ്. അറിയാമല്ലോ, ദൈവം നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേവനായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വകുപ്പ് നമ്മൾ കൃത്യമായി പറയുന്നു, ദേവസ്വം. ക്ലിയർ അല്ലേ? ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയും നമുക്ക് ആരോഗ്യം തരണേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വകുപ്പ് ആരോഗ്യം. ക്ലിയർ അല്ലേ? അപ്പോൾ ദൈവം നമ്മോട് പറയും ആയുഷ്മാൻ ഭവ എന്ന് പറയും. അപ്പോൾ അടുത്ത വകുപ്പ് ആയുഷ്. ആയുഷ്മാൻ ഭവ പറഞ്ഞിട്ട് പറയും നീ എന്ത് കൺട്രോൾ ചെയ്യണമെന്ന്, ഡ്രഗ്സ് കൺട്രോൾ ചെയ്യണം എന്നുകൂടി ദൈവം നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ 4 വകുപ്പും സിമ്പിളായിട്ട് കിട്ടി. കെ മുരളീധരൻ വകുപ്പുകൾ പറ: ദേവസ്വം, ആരോഗ്യം, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ. ക്ലിയർ അല്ലേ? കെ മുരളീധരനെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ഞാൻ സബ്ബായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാ നോക്കിയാണ്, 21 അംഗ മന്ത്രിസഭയുടെ പ്രാബല്യത്തിൽ വന്നതെന്ന് പറഞ്ഞു. ആ 21 അംഗ മന്ത്രിസഭയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ സത്യവാചകം ചൊല്ലിയ ഏക മന്ത്രിയാണ് ആര്? കെ മുരളീധരൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 21 പേർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തിരുന്നു. അതിൽ ആ 21 അംഗ മന്ത്രിസഭയിൽ ഒരേ ഒരു മന്ത്രി മാത്രം സത്യവാചകം ചൊല്ലിയത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ആ മന്ത്രിയാണ് ആര്? കെ മുരളീധരൻ. വകുപ്പുകൾ സഹിതം കൃത്യമായി ഓർത്തു വെച്ചേക്കുക. മന്ത്രിക്ക് അത്രയധികം, കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഷിഗല്ല ഒക്കെ രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. അപ്പോൾ ആരോഗ്യ മേഖല പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയൊക്കെ ചോദിക്കാൻ നല്ല സാധ്യത കെ മുരളീധരനാണ്. നിലവിൽ നമ്മുടെ ആരോഗ്യ ദേവസ്വം മന്ത്രിയാണെന്ന് കൂടി കൃത്യമായി ഓർത്തു വെച്ചേക്കുക. അടുത്ത മന്ത്രി ഒന്ന് ഓർത്തു വെച്ചോ, മന്ത്രിയുടെ പേര് എൻ ഷംസുദ്ദീൻ. ക്ലിയർ അല്ലേ? എൻ ഷംസുദ്ദീൻ കൃത്യമായിട്ട് ഓർത്തോളം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ ഷംസുദ്ദീൻ. അപ്പോൾ നിങ്ങൾ അവിടെ മണ്ഡലം കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചോ. മണ്ഡലം എൻ ഷംസുദ്ദീൻ. ഓക്കെ, എൻ ഷംസുദ്ദീൻ മണ്ഡലം കൃത്യമായിട്ട് അവിടെ നിന്ന് ഓർത്തോണം. എൻ ഷംസുദ്ദീൻ്റെ മണ്ഡലം മണ്ണാർക്കാടാണ്. ഓക്കെ, മണ്ണാർക്കാട് ഏത് ജില്ല? കേരളത്തിൽ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? മന്ത്രിയുടെ പേരൊന്ന് വായിച്ചാണ് എൻ ഷംസുദ്ദീൻ. ക്ലിയർ അല്ലേ? ദിനം എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ദിനം, എല്ലാ ദിനവും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തോ, ഫസ്റ്റ് വകുപ്പ് പൊതുവിദ്യാഭ്യാസം. അതിൻ്റെ കൂടെ ആടിയേണ്ടത് ഹജ്ജ്. അറിയാമല്ലോ, ഹജ്ജ് തീർത്ഥാടനം. അടുത്തത് വഖഫ് കിട്ടുന്നുണ്ട്. അടുത്തത് PSC ചോദിക്കുന്ന ഏറ്റവും സാധ്യതയുള്ള വകുപ്പ് ന്യൂനപക്ഷക്ഷേമം. ന്യൂനം ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതെന്ന് പറയുന്നത് അറിയാമല്ലോ, കൂട്ടുക, കുറയ്ക്കുക ഒക്കെ നമ്മൾ വിദ്യാഭ്യാസ കാലയളവിൽ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയും ഓർത്താൽ മതി. എല്ലാ ദിനവും വിദ്യാഭ്യാസം നേടുമ്പോഴാണ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പഠിക്കുന്നതെന്ന് ഓർത്തു വെച്ചിരുന്നാൽ കിട്ടും. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. ക്ലിയർ അല്ലേ? മന്ത്രിയുടെ പേര് എൻ ഷംസുദ്ദീൻ. ഓക്കെ, എൻ ഷംസുദ്ദീൻ. മണ്ഡലം മണ്ണാർക്കാട് പാലക്കാട്. വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത മന്ത്രി റോജി എം ജോൺ. ഓക്കെ, വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതിയാകും. അടുത്ത മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് റോജി എം ജോൺ. ഓക്കെ, മണ്ഡലം ഒന്ന് ഓർത്തു വെച്ചോളണം. മണ്ഡലം ചോദിച്ചാൽ റോജി എം ജോണിൻ്റെ മണ്ഡലം അങ്കമാലിയാണ്. അങ്കമാലി ഏത് ജില്ല? അങ്കമാലി എറണാകുളം ജില്ലയിലാണെന്ന് അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ റോജി എം ജോണിൻ്റെ വകുപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. മേളിൽ വിദ്യാഭ്യാസമാണ് പഠിച്ചത്, നേരെ അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ വകുപ്പുകൾ നോക്കിയോ. 1 ഉന്നത വിദ്യാഭ്യാസം, 2 സാങ്കേതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ കാണപ്പെടുന്ന NCC അല്ലെങ്കിൽ നാഷണൽ കേഡറ്റ് കോർപ്സ്. ഇതാണ് വകുപ്പുകളെന്ന് കൃത്യമായി ഓർത്തു വെച്ചേക്കാം. 3 മന്ത്രിമാരാണ് നമ്മൾ ഈ സൈഡിൽ പറഞ്ഞിട്ടുള്ളത്. 3 പേരെയും കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. മെയിൻ വകുപ്പുകളിലുള്ള ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, പൊതുവിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ എൻ ഷംസുദ്ദീൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ റോജി എം ജോൺ. മണ്ഡലങ്ങൾ സഹിതം ക്ലിയർ ചെയ്ത് വെച്ചേക്കും. അടുത്ത മന്ത്രിയെ ശ്രദ്ധിച്ചോ, PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, ഇത്തവണത്തെ 21 അംഗ മന്ത്രിസഭയിൽ അത്യാവശ്യം നല്ല വകുപ്പുകൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ആളിന് നല്ല പ്രാധാന്യമുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നൊരു മേഖല കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. അടുത്ത മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നിയോജക മണ്ഡലം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ നിയോജക മണ്ഡലം മലപ്പുറമാണ്. അറിയാമല്ലോ, 16ാം കേരള നിയമസഭയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ചർച്ചയാണ്. അതിന് അനുബന്ധ വസ്തുക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ വകുപ്പുകൾ ശ്രദ്ധിച്ചോ. വാണിജ്യം, 2 വ്യവസായം, 3 IT
ഇൻഫർമേഷൻ ടെക്നോളജി റൗണ്ടിൻ്റെ അകത്ത് കാര്യമുണ്ട്. അടുത്തത് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ ചെറു സംരംഭങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ, സ്റ്റാർട്ടപ്പ്. അടുത്ത വകുപ്പ് നോട്ട് ചെയ്ത് വെച്ചോണം, AI. എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എന്തോന്നാണ്, നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, കേരള സർക്കാർ രൂപീകരിച്ച ഏറ്റവും പുതിയ വകുപ്പാണ്, കേരളത്തിൽ മന്ത്രിസഭാ തലത്തിൽ രൂപീകരിച്ച ഏറ്റവും പുതിയ വകുപ്പാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അടുത്ത കൂടെ പഠിക്കേണ്ട വകുപ്പുകൾ മൈനിങ് ആൻഡ് ജിയോളജി. മൈനിങ് അറിയാമല്ലോ, മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനനമാണ്. ഓക്കെ, ഖനനവും ജിയോളജി ഭൂമിശാസ്ത്ര പഠനങ്ങളുമാണ്. ഓക്കെ, മൈനിങ് ആൻഡ് ജിയോളജി. ഓക്കെ, അടുത്തത് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് വകുപ്പ്. ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ കൈത്തറിയാണ്, അറിയാമല്ലോ, കൈത്തറി വകുപ്പ് അല്ലെങ്കിൽ കൈത്തറി മന്ത്രി. കൈത്തറി. ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ തുണിയാണ്, തുണി വ്യാപാരം അല്ലെങ്കിൽ വസ്ത്രം. ഇത്രയും വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വകുപ്പുകളൊന്നും കൂടെ മനസ്സിൽ പറഞ്ഞാണ് ഏതൊക്കെ, വാണിജ്യം, വ്യവസായം, IT, സ്റ്റാർട്ടപ്പ്, AI, മൈനിങ് ആൻഡ് ജിയോളജി, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് രണ്ടും അഡീഷണൽ ചോദ്യങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമതാ നോക്കിയോ, AI. ആ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി. കേരളത്തിൽ മന്ത്രിസഭാ തലത്തിൽ രൂപീകരിച്ച AI വകുപ്പിൻ്റെ ആദ്യ മന്ത്രിയാണ് ആര്, PK കുഞ്ഞാലിക്കുട്ടി. കിട്ടുന്നുണ്ടോ? കേരളത്തിൽ മന്ത്രിസഭാ തലത്തിൽ രൂപീകരിച്ച നിർമ്മിത ബുദ്ധിയുടെ ആദ്യ മന്ത്രിസ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ആര്, PK കുഞ്ഞാലിക്കുട്ടി എന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. അതിൻ്റെ അനുബന്ധ വസ്തുവായിട്ട് പഠിക്കേണ്ടത്, ഇന്ത്യയിൽ AI വകുപ്പ് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കേരളവും. അടുത്തിടെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റും കൂടെ AI വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്, അത് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റാണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർലി പറഞ്ഞ ചോദ്യങ്ങൾ. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യാൻ പോകുന്ന വകുപ്പാണ് AI വകുപ്പ്. കേരളത്തിൽ മന്ത്രിസഭാ തലത്തിൽ രൂപീകരിച്ച AI വകുപ്പിൻ്റെ ആദ്യ മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയിൽ തന്നെ AI വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളവും രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ വിജയ് ആണെന്നറിയാം, ജോസഫ് വിജയ് ആണ് തമിഴ്നാട് മുഖ്യമന്ത്രി എന്നുകൂടി നമ്മൾ അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ. അടുത്ത പോയിന്റ് കൂടെ ഓർത്തോ, ഏറ്റവും പ്രായം കൂടിയ മന്ത്രി കൂടെയാണ് PK കുഞ്ഞാലിക്കുട്ടി. കിട്ടുമല്ലോ, ഇപ്പോൾ പ്രാബല്യത്തിൽ വന്ന പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി എന്ന് ചോദിച്ചാലും ഉത്തരം PK കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രായം അല്ലെങ്കിൽ ഏജ് 74 വയസ്സാണ്. ക്ലിയർ തന്നെ. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ 82 വയസ്സ്. പ്രായം കുറഞ്ഞ അംഗം AD തോമസ് 30 വയസ്സ്. ഇത് പ്രായം കൂടിയ മന്ത്രി എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായം കൂടിയ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി 74 വയസ്സ്. 6ാം തവണ മന്ത്രി. ഓക്കെ, 6 തവണ മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. 9 തവണ അദ്ദേഹം എന്തുമായിട്ടുണ്ട്, നിയമസഭാ അംഗവുമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന് അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ഒരുപാട് അവിടെ നമ്മൾ ഓർത്തെടുക്കുകയുണ്ടായി. 6 തവണ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുണ്ട്, 9 തവണ നിയമസഭാ അംഗവുമായിട്ടുള്ള വ്യക്തി PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കഴിഞ്ഞ പോയിന്റ് പറഞ്ഞപ്പോഴേ ഓർത്ത് വെച്ചു. IT ഞാൻ റൗണ്ട് ചെയ്തിരുന്നു. IT ഒരു പുതിയ അപ്ഡേറ്റ് വന്നത്, കേരളത്തിൽ IT വകുപ്പിൻ്റെ ന്യൂ നെയിം അല്ലെങ്കിൽ കേരളത്തിലെ IT വകുപ്പിൻ്റെ പുതിയ പേര് ഓർത്തു വെച്ചോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. കിട്ടുന്നുണ്ടോ? കേരളത്തിലെ IT വകുപ്പിൻ്റെ പുതിയ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. ഈ ഒരു സംരംഭത്തെ കേരള സർക്കാർ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ IT വകുപ്പ് അറിയപ്പെടുന്ന ബ്രാൻഡ് നെയിം അവിടെ നിന്ന് ഓർത്തു വെച്ചോ, ഉത്തരം KTech എന്നാണ്. ഓക്കെ, കേരളത്തിലെ IT വകുപ്പിൻ്റെ ബ്രാൻഡ് നെയിം എന്താക്കി പുനർനാമകരണം ചെയ്തിട്ടുണ്ട്, KTech എന്നാക്കി പുനർനാമകരണം ചെയ്തിട്ടുണ്ട് എന്നുകൂടി അവിടെ നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചിരിക്കും. യെസ്, അടുത്ത മന്ത്രിയെ ശ്രദ്ധിച്ചോ, സണ്ണി ജോസഫ്. ഓക്കെ, അടുത്ത മന്ത്രിസഭയിലെ അടുത്ത മന്ത്രിയിലേക്ക് നമ്മൾ കയറുന്നു. സണ്ണി ജോസഫ് എന്ന് പറയുന്ന മന്ത്രിയും ഇത്തവണത്തെ മന്ത്രിസഭയിലുണ്ട്. സണ്ണി ജോസഫിൻ്റെ മണ്ഡലം ഒന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം. സണ്ണി ജോസഫിൻ്റെ നിയോജക മണ്ഡലം പേരാവൂറാണ്. പേരാവൂർ ജില്ല, പേരാവൂർ കണ്ണൂർ ജില്ലയിലാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇത്തവണത്തെ ഇലക്ഷനിൽ KK ശൈലജ മത്സരിച്ച മണ്ഡലം ചോദിച്ചാലും പേരാവൂർ കണ്ണൂരാണ്. ഇവിടെ നിന്ന് KK ശൈലജ പരാജയപ്പെട്ടു. അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് അവിടെ നിന്ന് വിജയിച്ചത്. സണ്ണി ജോസഫ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ സണ്ണി ജോസഫിൻ്റെ വകുപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. സണ്ണി ജോസഫ് എന്ന് ഓർക്കുമ്പോൾ സണ്ണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. സണ്ണെന്ന് വെച്ചാൽ സൂര്യനാണല്ലോ. സൂര്യനിൽ നിന്നാണ് നമുക്ക് എന്തോന്ന് കിട്ടുന്നത്, സൗരോർജ്ജം കിട്ടുന്നത് അല്ലെങ്കിൽ വൈദ്യുതി കിട്ടുന്നതെന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഒന്നാമത്തെ വകുപ്പ് വൈദ്യുതി. കിട്ടുന്നുണ്ടോ? സണ്ണ്
നിന്നാണ് വൈദ്യുതി കിട്ടുന്നത്. അപ്പോൾ സണ്ണ് ഏതാണ്? സണ്ണി ജോസഫ്. വൈദ്യുതി, സണ്ണിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി എപ്പോഴും പരിസ്ഥിതി സൗഹാർദ്ദ വൈദ്യുതി ആയിരിക്കും, സോളാർ എനർജി. അപ്പോൾ അടുത്ത വകുപ്പ് പരിസ്ഥിതി. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ വകുപ്പ്, ഈ വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിലെ ലൈറ്റുകൾ കത്തിക്കാനും ഫാനുകൾ കറക്കാനുമാണെന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ അടുത്ത വകുപ്പ് അവിടെ നിന്ന് കിട്ടും, പാർലമെൻ്ററി കാര്യം. ക്ലിയർ അല്ലേ? 3 വകുപ്പുകൾ അവിടെ ഉണ്ട്. മന്ത്രിയുടെ പേര് സണ്ണി ജോസഫ്, മണ്ഡലം പേരാവൂർ കണ്ണൂർ, വകുപ്പുകൾ വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത മന്ത്രി അതേപോലെ മറ്റൊരു ജോസഫ് കൂടി ഇത്തവണത്തെ മന്ത്രിസഭയിലുണ്ട്. അടുത്ത ജോസഫിൻ്റെ പേര് മോൻസ് ജോസഫ്. കിട്ടുന്നുണ്ടോ? മോൻസ് ജോസഫ്. മോൻസ് ജോസഫിൻ്റെ മണ്ഡലം അവിടെ നിങ്ങളൊന്ന് ഓർത്താൽ കൊള്ളാം. മോൻസ് ജോസഫിൻ്റെ മണ്ഡലം കടുത്തുരുത്തിയാണ്. ഓക്കെ, കടുത്തുരുത്തി. കടുത്തുരുത്തി ഏത് ജില്ലയാണെന്ന് ഓർത്താൽ കൊള്ളാം. കടുത്തുരുത്തി കോട്ടയം ജില്ലയിലാണ്. കടുത്തുരുത്തി കോട്ടയം ജില്ല. ഓക്കെ, മോൻസ് ജോസഫിൻ്റെ വകുപ്പുകളൊന്ന് ഓർത്തു കൊള്ളണം. മോനാണെന്ന് ആലോചിച്ചത്, നമ്മുടെ കുഞ്ഞു മോനാണ്. മോനുള്ളത് വീട്ടിനകത്താണെന്ന് ആലോചിച്ചോളണം. അപ്പോൾ ഭവനത്തിലാണ്, അപ്പോൾ ഭവന നിർമ്മാണം. ഓക്കെ, മകൻ കളിക്കുന്നത് വെള്ളത്തിലാണ്, ജലത്തിലാണെന്ന് ഓർത്തോളണം. അടുത്ത വകുപ്പ് ജലവിഭവം. ക്ലിയർ അല്ലേ? അപ്പം മന്ത്രിയുടെ പേര് മോൻസ് ജോസഫ്, മണ്ഡലം കടുത്തുരുത്തി കോട്ടയം, വകുപ്പുകൾ ഭവന നിർമ്മാണം, ജലവിഭവം. ഓക്കെ, അപ്പോൾ 2 മന്ത്രിമാർ സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്. അടുത്ത മന്ത്രി ഫേമസ് നമ്മുടെ CP ജോൺ. കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ പ്രിയദർശിനി എന്ന് പറയുന്ന KSRTCയിൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലയളവിൽ അത്യാവശ്യം പ്രാധാന്യമുള്ളൊരു മന്ത്രിയായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് CP ജോൺ. CP ജോണിൻ്റെ മണ്ഡലം ഒന്ന് ഓർത്താൽ കൊള്ളാം. CP ജോണിൻ്റെ നിയോജക മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സെൻട്രലാണ് നിയോജക മണ്ഡലം. അദ്ദേഹത്തിൻ്റെ വകുപ്പ് നമുക്കറിയാം, കിട്ടുമല്ലോ. എസ് ജോണിൻ്റെ വകുപ്പുകൾ ഏതാണ്? ഗതാഗത മന്ത്രിയാണ്. അപ്പോൾ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ പഠിച്ചോളണം. 1 റോഡ് ഗതാഗതം, 2 ജലഗതാഗതം, 3 കേരള മോട്ടോർ വാഹന വകുപ്പ് MVD, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ മന്ത്രി ആരാണ്? CP ജോണാണ്. വാഹനങ്ങളാണ് ഹോൺ അടിക്കുന്നത് എന്നവിടെ നിന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതിയാകും. വാഹനങ്ങളുടെ ഹോണാണ്, മന്ത്രിയുടെ പേര് ജോണാണ്. CP ജോൺ. ഐറ്റങ്ങൾ പറ: റോഡ് ഗതാഗതം, ജലഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്. അപ്പോൾ അടുത്ത വ്യക്തിയെ ശ്രദ്ധിച്ചോ, അടുത്ത മന്ത്രിയെ ശ്രദ്ധിച്ചോ, ഷിബു ബേബി ജോൺ. ഓക്കെ, ഷിബു ബേബി ജോൺ. ആദ്യം നമുക്ക് മണ്ഡലം ഒന്ന് പരിചയപ്പെടാം. മണ്ഡലം ചവറയാണ്. ഓക്കെ, ചവറ ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ ചവറ കൊല്ലം ജില്ലയിലാണെന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ബേബിയാണ്. ഓക്കെ, ബേബി. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. കുഞ്ഞാണെന്ന് ഓർത്താൽ കുഞ്ഞ് ചെയ്യുന്നതാണ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ വനം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് കാണാൻ പോകുന്നത് എന്നങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് വകുപ്പുകൾ കൃത്യമായിട്ട് കിട്ടും. ഷിബു ബേബി ജോൺ. ഓക്കെ, ബേബിയും കൊണ്ടാണ് നമ്മൾ വനം വന്യജീവികളെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വകുപ്പ് എന്ന് പറയുന്നത് 1 വനം വന്യജീവി സംരക്ഷണം. ക്ലിയർ അല്ലേ? യെസ്. അവിടെ എൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു വകുപ്പ് നൈപുണ്യ വികസനം. ഓക്കെ, കുഞ്ഞിലെ തന്നെ ബേബികളെയൊക്കെ നമ്മൾ വനം വന്യജീവികളൊക്കെ കാട്ടി വളർത്തുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ എന്ത് കൂടും? നൈപുണ്യ വികസനം വർദ്ധിക്കും. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അവിടുത്തെ ഒരു വെറൈറ്റി വകുപ്പ് നൈപുണ്യ വികസനമാണ്. ക്ലിയർ തന്നെ? അപ്പോൾ മന്ത്രിമാർ അത്യാവശ്യം മെയിൻ വകുപ്പുകൾ വെച്ച് നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കാം. സണ്ണി ജോസഫ് വൈദ്യുതി മന്ത്രി, മോൻസ് ജോസഫ് ഭവന നിർമ്മാണം, ജലവിഭവം. ഏതാണ്? മോട്ടോർ വാഹന വകുപ്പ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പ്രിയദർശിനി പദ്ധതിയൊക്കെ സാഹചര്യത്തിൽ CP ജോൺ നമ്മുടെ ഗതാഗത മന്ത്രി. അവസാനം വന്നിട്ട് വനം വന്യജീവി സംരക്ഷണം നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ ആണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കും. അടുത്ത മന്ത്രി ശ്രദ്ധിച്ചോ, മന്ത്രിയുടെ പേര് അനൂപ് ജേക്കബ്. ഓക്കെ, പഴയ മന്ത്രി TM ജേക്കബിൻ്റെ മകനാണ് ഇദ്ദേഹം. അനൂപ് ജേക്കബ് പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോ. അനൂപ് ജേക്കബിൻ്റെ നിയോജക മണ്ഡലം പിറവമാണ്. പിറവം ഏത് ജില്ല? പിറവം എറണാകുളം ജില്ലയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. പിറവം എറണാകുളം. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളൊന്ന് ഓർത്തോളണം. ജേക്കബ് നിങ്ങൾ ചാക്ക് എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതിയാകും. ഓക്കെ, ചാക്കുമായിട്ട് നമ്മൾ പോകുന്ന കടകൾ അല്ലെങ്കിൽ ചാക്ക് കൊണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങിക്കാനാണ് ചാക്കുമായി പോകുന്നതെന്ന് ഓർത്ത് ചെയ്താൽ മതിയാകും. അപ്പോൾ വകുപ്പ് 1 ഭക്ഷ്യമാണ്. രണ്ടാമത്തെ പൊതുവിതരണം. അറിയാലോ, സിവിൽ സപ്ലൈസ് അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ചാക്ക് കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ജേക്കബ്. ഓക്കെ, ഭക്ഷ്യം, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം. ഉപഭോക്താക്കളാണ് പോകുന്നത് എന്ന് കൂടി ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഉപഭോക്തൃകാര്യം. അവസാനം വന്നിട്ട് ലീഗൽ മെട്രോളജി. അളവ് തൂക്ക് സമ്പ്രദായത്തിനെയൊക്കെ പറ്റിയുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ആളുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലീഗൽ മെട്രോളജി വകുപ്പിൽ ഉദ്യോഗസ്ഥരാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്തോളണം ലീഗൽ മെട്രോളജി. ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ പേര് അനൂപ് ജേക്കബ്, മണ്ഡലം പിറവം എറണാകുളം, വകുപ്പുകൾ ഭക്ഷ്യം, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ക്ലിയർ? അടുത്ത മന്ത്രി ശ്രദ്ധിച്ചോ, AP അനിൽകുമാർ. ഓക്കെ, AP അനിൽകുമാർ. മണ്ഡലം ഒന്ന് ഓർത്തു വെച്ചോളണം. മണ്ഡലം വണ്ടൂറാണ്. വണ്ടൂർ ഏത് ജില്ല? വണ്ടൂർ മലപ്പുറം ജില്ലയിലാണ്. വണ്ടൂർ മലപ്പുറം. AP അനിൽകുമാറിൻ്റെ വകുപ്പുകളൊന്ന് ശ്രദ്ധിച്ചോ. PSC ഏറ്റവും വിളിച്ച് ചോദിക്കാൻ സാധ്യത ആദ്യ വകുപ്പ് തന്നെയാണ് റവന്യൂ. കേരള റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് ചോദിക്കും. AP അനിൽകുമാർ. റവന്യൂ, സർവേ ആൻഡ് ലാൻഡ്
റെക്കോർഡ്സ്. ഓക്കെ, റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. ഓക്കെ, അങ്ങനെ ഒരു വകുപ്പ് കൂടി ഉണ്ട്, ഭൂപരിഷ്കരണം. ഓക്കെ, അടുത്ത വകുപ്പ് ഭൂപരിഷ്കരണം. മന്ത്രിയുടെ പേര് AP അനിൽകുമാർ. അടുത്ത മന്ത്രി PC വിഷ്ണുനാഥ്. ക്ലിയർ അല്ലേ? വിഷ്ണു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് എല്ലാവർക്കും കാണും. ഓക്കെ, അപ്പം അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. PC വിഷ്ണുനാഥ് എന്ന് പറയുന്നത് ആദ്യം മണ്ഡലം എന്ന് ഓർത്ത് വെച്ചോ. PC വിഷ്ണുനാഥിൻ്റെ മണ്ഡലം കുണ്ടറയാണ് കേട്ടോ. മണ്ഡലം കുണ്ടറ. ജില്ല കുണ്ടറ കൊല്ലം ജില്ലയിലാണെന്ന് അവിടെ നിന്ന് ഓർത്ത് വെച്ചോണം. മണ്ഡലം എന്ന് പറയുന്ന കുണ്ടറയാണ്. PC വിഷ്ണുനാഥ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കൂടെ എല്ലാവരും വിഷ്ണു പഠിച്ചു കാണും. പഠിക്കുന്ന കാലത്ത് നമ്മൾ ടൂറിന് പോകുമ്പം വിഷ്ണുവും നമ്മളെ കൂടെ ടൂറിന് പോകാൻ കാണും. അപ്പോൾ ഐറ്റം എന്ന് പറയുന്ന ഒന്നാമത്തെ വകുപ്പ് ടൂറിസം. ടൂറിന് പോകുന്ന നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിലായിരിക്കും. ബസ്സിൽ നമ്മൾ സിനിമയും കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ടൂറിന് പോകുന്ന. അപ്പോൾ അടുത്ത വകുപ്പ് സിനിമ. ക്ലിയർ തന്നെ? സിനിമ. അടുത്ത വകുപ്പ് നമ്മൾ കാണാൻ പോകുന്ന, ടൂറിന് പോയി നമ്മൾ കാണാൻ പോകുന്ന എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളായിരിക്കും. അപ്പോൾ അടുത്ത വകുപ്പ് സാംസ്കാരികം. കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യതയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മന്ത്രിയുടെ പേര് PC വിഷ്ണുനാഥ്. മണ്ഡലം കുണ്ടറ കൊല്ലം. വകുപ്പുകൾ 3 പറ. ഏതൊക്കെ വകുപ്പുകൾ? 1 ടൂറിസം, 2 സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമി, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അങ്ങനെയുള്ള സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റുകൾ എല്ലാം അല്ലെങ്കിൽ വകുപ്പുകളെല്ലാം. യെസ്, ഓക്കെ. സിനിമ, സാംസ്കാരികം എല്ലാം മന്ത്രി PC വിഷ്ണുനാഥ്. ക്ലിയർ. അടുത്ത മന്ത്രി ശ്രദ്ധിച്ചോ, എം ലിജു. മണ്ഡലം എന്ന് ഓർത്ത് വെച്ചോ. മണ്ഡലം എന്ന് പറയുന്നത് കായംകുളമാണ്. ഓക്കെ, മണ്ഡലം കായംകുളം ഏത് ജില്ല? കായംകുളം ആലപ്പി ജില്ലയിലാണ്. അപ്പം ജില്ല ആലപ്പുഴ. എം ലിജുവിൻ്റെ വകുപ്പുകളൊന്ന് ഓർത്തോളണം. വകുപ്പുകൾ 1 സഹകരണം. കേരള സഹകരണ വകുപ്പ് മന്ത്രി, കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരള സഹകരണ മന്ത്രി, കേരള എക്സൈസ് മന്ത്രി എം ലിജു. അവസാനത്തെ മന്ത്രി ശ്രദ്ധിച്ചോ ഈ ലിസ്റ്റില? KM ഷാജി. ഓക്കെ, KM ഷാജി. വകുപ്പ് KM ഷാജി. മണ്ഡലം ഒന്ന് ഓർത്തോണം. KM ഷാജിയുടെ നിയോജക മണ്ഡലം വേങ്ങരയാണ്. വേങ്ങര ജില്ല? വേങ്ങര മലപ്പുറം ജില്ലയാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. KM ഷാജീനെ ഗുണ്ടയാണെന്ന് ഓർത്താൽ. ഷാജി എന്നുള്ള പേരുള്ളത് ഗുണ്ടയാണെന്ന് ആലോചിച്ചാൽ മതി. നാട് ഭരിക്കുന്നത് തന്നെ അവനാണ്. അപ്പോൾ ഭരണം എന്ന് കിട്ടും. യെസ്, അപ്പോൾ വകുപ്പ് തദ്ദേശ സ്വയംഭരണം. ക്ലിയർ തന്നെ? ഷാജി, KM ഷാജി, തദ്ദേശ സ്വയംഭരണം. കിട്ടുമോ? അപ്പോൾ വ്യക്തികളുടെ പേര് പറയുമ്പോൾ തന്നെ മെയിൻ വകുപ്പുകളൊന്ന് ഓർത്ത് വെച്ചോണം. അനൂപ് ജേക്കബ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് പൊതുവിതരണ മന്ത്രി. അവസാനം വന്നിട്ട് ഏതാണ്? AP അനിൽകുമാർ, റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. PC വിഷ്ണുനാഥ് കിട്ടും, ടൂറിസം, സിനിമ, സാംസ്കാരികം. എം ലിജു, സഹകരണം, എക്സൈസ്. KM ഷാജി, തദ്ദേശ സ്വയംഭരണം. ക്ലിയർ അല്ലേ? റിപ്പീറ്റ് അടിച്ച് വായിച്ചു വിട്ടോളൂ. അടുത്ത മന്ത്രി ശ്രദ്ധിച്ചോ, PK ബഷീർ എന്നുള്ള അടുത്ത മന്ത്രിയുടെ മണ്ഡലം ഒന്ന് ഓർത്തു വെച്ചോണം. മണ്ഡലം ഏറനാട്. ഓക്കെ, ഏറനാടാണ് നിയോജക മണ്ഡലം. ഏറനാട് ഏത് ജില്ലയിലാണ്? ഏറനാട് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, മന്ത്രിയുടെ പേര് PK ബഷീറാണ്. PK ബഷീർ പ്രതികരിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. ഓക്കെ, PK ബഷീറിൻ്റെ വകുപ്പ് പൊതുമരാമത്ത്. ഓക്കെ, പൊതുമരാമത്ത്. PK ബഷീറിൻ്റെ ഒരു കൃതിയാണ് മതിലുകൾ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കൃതിയാണ് മതിലുകളെല്ലാം നിർമ്മിച്ചത് കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഏറ്റവും എളുപ്പകരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തോണം. PK ബഷീറിൻ്റെ നിയോജക മണ്ഡലം ഏതാണ്? നിയോജക മണ്ഡലം നമ്മൾ പറഞ്ഞു ഏറനാട് മലപ്പുറം. അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൃത്യമായിട്ട് ഓർത്തോ, പൊതുമരാമത്ത്. PK ബഷീർ. അടുത്ത മന്ത്രി നോക്കിയോ, VE അബ്ദുൾ ഗഫൂർ. ഓക്കെ, VE അബ്ദുൾ ഗഫൂർ. മണ്ഡലം ഒന്ന് ഓർത്തോണം. മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. നിയോജക മണ്ഡലം കളമശ്ശേരി. അത് ജില്ല? കളമശ്ശേരി എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. വകുപ്പുകൾ കൃത്യമായിട്ട് ഓർത്തോ. 1 സാമൂഹിക നീതി, 2 ഫിഷറീസ്. കിട്ടുമല്ലോ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മേഖലകൾ, ഫിഷറീസ് വകുപ്പ്, അതുമായിട്ടുള്ള മേഖലകൾ. അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കേണ്ടത് ഹാർബർ എഞ്ചിനീയറിംഗ്. കിട്ടുന്നുണ്ടോ? അപ്പോൾ 3 വകുപ്പുകൾ: സാമൂഹിക നീതി, ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്. ക്ലിയർ? അടുത്ത മന്ത്രി നോക്കിയോ, T സിദ്ദിഖ്. ഓക്കെ, അടുത്ത മന്ത്രിയുടെ ലിസ്റ്റിൽ നമ്മൾ പരിചയപ്പെടുന്ന മന്ത്രി T സിദ്ദിഖ്. മണ്ഡലം എന്ന് പറയുന്നത് മണ്ഡലം കൽപ്പറ്റയാണ്. കൽപ്പറ്റ ഏത് ജില്ല? കൽപ്പറ്റ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയെ പ്രദാനം ചെയ്യുന്ന നിയമസഭ നമ്മുടെ മന്ത്രി. യെസ്, ഓക്കെ. അപ്പോൾ നോക്കി വെച്ചോ, T സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ചലച്ചിത്രതാര സിദ്ദിഖിനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അദ്ദേഹം ഒരു കർഷകരാണെന്ന് ഓർത്തു പോകണം. അപ്പോൾ വകുപ്പ് എന്ന് പറയുന്നത് കൃഷി. അടുത്ത വകുപ്പ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന മണ്ണിലാണ്. അപ്പോൾ അടുത്ത വകുപ്പ് മണ്ണ് സംരക്ഷണം. ഓക്കെ, അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് കാർഷിക യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ കാർഷിക സർവകലാശാലകൾ. എല്ലാം T സിദ്ദിഖ്. ഓക്കെ,
ഓർത്ത് വെച്ചോണം. അടുത്ത മന്ത്രി നല്ല പ്രാധാന്യം ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഹാഷ് സിമ്പലൊക്കെ ഇട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊള്ളണം. മന്ത്രിയുടെ പേര് OJ ജനീഷ്. ഓക്കെ, OJ ജനീഷിൻ്റെ നിയോജക മണ്ഡലം ഒന്ന് ഓർത്തോണം. OJ ജനീഷിൻ്റെ നിയോജക മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ജില്ല, കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലാണ്. ക്ലിയർ തന്നെ? ഓക്കെ, OJ ജനീഷിൻ്റെ വകുപ്പുകൾ സഹിതം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊള്ളണം. കാരണം ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് OJ ജനീഷ്. അതുകൊണ്ടാണ് ആളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് വകുപ്പുകളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെച്ച് വയ്ക്കുക. OJ ജനീഷ്, ഒരാൾ ജനിച്ച ഉടനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ വകുപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കൊച്ച് അല്ലെങ്കിൽ കുട്ടി ചാടി എഴുന്നേറ്റ് കളി തുടങ്ങും. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത വകുപ്പ് എന്ന് പറഞ്ഞാൽ കായികം. ഓക്കെ, കളിച്ച് കളിച്ച് കൊച്ച് വലുതാവും, കൊച്ച് യുവാവായി. അപ്പോൾ അടുത്ത വകുപ്പ് എന്ന് പറഞ്ഞാൽ യുവജനകാര്യം. ഓക്കെ, പിന്നെ കുട്ടി നേരെ പോകുന്നത് മൃഗശാലയിലേക്കാണ്. കിട്ടുന്നുണ്ടോ? മൃഗശാല കാണാൻ പോകും. അവിടെ നിന്ന് മ്യൂസിയം കാണാൻ പോകും. മ്യൂസിയത്തിനകത്തിരിക്കുന്നത് പുരാവസ്തുക്കളാണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം മന്ത്രിയുടെ പേര് OJ ജനീഷ്. നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ. വകുപ്പുകൾ ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ, കായികം, യുവജനക്ഷേമം അല്ലെങ്കിൽ യുവജനകാര്യം, മൃഗശാലകൾ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്. ഇത്രയും വകുപ്പുകളാണ് ഓർക്കേണ്ടത്. അവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇത്തവണത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് OJ ജനീഷ്. OJ ജനീഷിൻ്റെ പ്രായം നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം. OJ ജനീഷിൻ്റെ പ്രായം 37 വയസ്സാണ് എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? കൂടിയത് കുറഞ്ഞത് എല്ലാം കൃത്യമായിട്ട് ഓർത്തു കൊള്ളണം. കിട്ടുമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ കുന്ദമംഗലം കോഴിക്കോട്. കേരളത്തിൽ കുറവ് പോളിംഗ് നടന്ന നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയെ ചോദിച്ചു കഴിഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ വ്യക്തിയെ ചോദിച്ചാൽ C രവീന്ദ്രനാഥ്. ഏറ്റവും പ്രായം കൂടിയ അംഗത്തെ ചോദിച്ചാൽ പിണറായി വിജയൻ 82 വയസ്സ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗത്തെ ചോദിച്ചാൽ AD തോമസ് 30 വയസ്സ്, മണ്ഡലം ആലപ്പുഴ. ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയെ ചോദിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടി 74 വയസ്സ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയെ ചോദിച്ചാൽ OJ ജനീഷ് എത്ര വയസ്സ്? 37 വയസ്സ്. കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. 1 മാർക്ക് കിട്ടും. 1 2 മാർക്ക് ആ മേഖലയിൽ നിന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഇനി 2 വനിതാ മന്ത്രിമാർ കൂടെ ഉള്ളൂ. ഓക്കെ, 19 പുരുഷ മന്ത്രിമാർ അത്യാവശ്യം നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ 2 വനിതാ മന്ത്രിമാർ, 2 വനിതകളെ ഉള്ളത് കൊണ്ട് 2 പേരും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് കൊള്ളണം. ഒന്നാമത്തെ വനിതാ മന്ത്രി ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയുടെ നിയോജക മണ്ഡലം നമുക്കറിയാം. ബിന്ദു കൃഷ്ണയുടെ നിയോജക മണ്ഡലം കൊല്ലമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിയോജക മണ്ഡലം കൊല്ലം. ക്ലിയർ അല്ലേ? കൃഷ്ണനാണ്. കൃഷ്ണനോട് എപ്പോഴും കൂടെ ഉള്ളത് പശുക്കളായിരിക്കും, പശുക്കിടാവുകളായിരിക്കും. അങ്ങനെ ഓർത്താൽ മതി. പശു എന്ന് പറഞ്ഞാൽ മൃഗമാണ്. അപ്പോൾ ഒന്നാമത്തെ വകുപ്പ് മൃഗസംരക്ഷണം. പശു നമുക്ക് പാല് തരും, അപ്പോൾ ക്ഷീരവികസനം. ക്ലിയർ തന്നെ? ഒരു വ്യക്തിയെ സംബന്ധിച്ച് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും പാല് അല്ലെങ്കിൽ ക്ഷീരവികസനം നടത്തുന്നതും അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. അപ്പോൾ അടുത്ത വകുപ്പ് തൊഴിൽ. ക്ലിയർ തന്നെ? അതിൻ്റെ കൂടെ അടിയേണ്ട വകുപ്പ് വനിതാ ശിശുക്ഷേമം. കിട്ടുന്നുണ്ടോ? അപ്പോൾ ബിന്ദു കൃഷ്ണ വകുപ്പുകൾ പറ ഏതൊക്കെയാണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, തൊഴിൽ, വനിതാ ശിശുക്ഷേമം. മന്ത്രിയുടെ പേര് ബിന്ദു കൃഷ്ണ, മണ്ഡലം കൊല്ലം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. അടുത്ത മന്ത്രി, അടുത്ത 2ാമത്തെ വനിതാ മന്ത്രി KA തുളസി. ഓക്കെ, ആ പേരൊന്ന് കൃത്യമായിട്ട് ഓർത്തോണേ. KA തുളസി. മണ്ഡലം ഒന്ന് ഓർത്തോണം. വനിതാ മന്ത്രിമാരൊക്കെ ആയതുകൊണ്ട് തന്നെ മണ്ഡലങ്ങൾക്കും പ്രാധാന്യം. മണ്ഡലം എന്ന് പറഞ്ഞാൽ കോങ്ങാടാണ്. കോങ്ങാട് പാലക്കാട് ജില്ലയിലാണ്. കോങ്ങാട് പാലക്കാട് ജില്ല. ഓക്കെ, KA തുളസിയുടെ മണ്ഡലം നമ്മൾ പറഞ്ഞു. വകുപ്പുകളൊന്ന് നോക്കിയോ. പട്ടികജാതി പട്ടികവർഗ വികസനം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. ഓക്കെ, അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു വകുപ്പ് പിന്നാക്ക ക്ഷേമമാണ്. പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം യെസ്. ആരാണ്? KA തുളസിയാണ്. വീട്ടിൻ്റെ പിന്നാമ്പുറത്താണ് എന്ന് നടന്ന് തുളസി ചെടി നടുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതിയാകും. കിട്ടുന്നുണ്ടോ? പിന്നാക്ക വിഭാഗ ക്ഷേമം. ഒരു ന്യൂനപക്ഷ ക്ഷേമം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് N ഷംസുദ്ദീനാണ്. ഇവർ 2 വകുപ്പുകൾ തമ്മിൽ തിരിഞ്ഞു പോരുത്. ന്യൂനപക്ഷ ക്ഷേമം N ഷംസുദ്ദീൻ. പിന്നാക്ക വിഭാഗ ക്ഷേമം ചോദിച്ചാൽ KA തുളസി. ഓക്കെ, KA തുളസിക്ക് ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. പട്ടികജാതി SC വിഭാഗം, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും കേരളത്തിൽ മന്ത്രിസ്ഥാനത്തെത്തുന്ന ആദ്യ വനിത കൂടെയാണ് ആര്? നമ്മുടെ KA തുളസി എന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും കേരളത്തിൽ മന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടെയാണ് KA തുളസി. അതുകൊണ്ട് നിങ്ങൾ മണ്ഡലം സഹിതം കൃത്യമായിട്ട് അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. മണ്ഡലത്തിൻ്റെ പേര് ഏതാണ്? കോങ്ങാട് പാലക്കാട്. ഇതാണ് മന്ത്രിമാരുടെ ലിസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട. മന്ത്രിമാരും 21 മന്ത്രിമാരും വകുപ്പുകളും.
ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ. നിയമസഭാ സ്പീക്കർ, 16ാമത് കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആളുടെ പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ, നിലവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ഏതാണ്? കോട്ടയമാണ്. ക്ലിയർ തന്നെ. അടുത്തത് ഓർക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നിയമസഭയിലെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഒന്ന് ഓർത്തോണം. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, വനിത കൂടെയാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യന് പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം അവിടെ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരൂറാണ്. അരൂർ ഏത് ജില്ല? അരൂർ ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം ശ്രദ്ധിച്ചോ. ആകുന്ന 4ാമത് വനിത, കേരളത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തുന്ന ആ 4ാമത് വനിതയാണ് ആര്? നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ എന്ന് മനസ്സിലാക്കണം. 35 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വീണ്ടും ഒരു വനിത വരുന്നത്. അതുകൊണ്ട് ഈ പേരിന് നല്ല പ്രാധാന്യമുണ്ട്. നോട്ട് ചെയ്ത് പഠിച്ചോളണം, ഷാനിമോൾ ഉസ്മാൻ. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തുന്ന 4ാമത് വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ അതിന് മുമ്പ് പദവിയിൽ ഇരുന്നിട്ടുള്ള 3 വനിതാ ഡെപ്യൂട്ടി സ്പീക്കർമാരെ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പേര് ഒന്ന് കിടപ്പുണ്ട്, KO ഐഷ ഭായി. രണ്ടാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ A നഫീസത്ത് BV. മൂന്നാമത്തെയും നമ്മുടെ ഷാനിമോൾ ഉസ്മാന് മുമ്പ് ഉണ്ടായിരുന്ന അവസാനത്തെ ഡെപ്യൂട്ടി സ്പീക്കർ 89-91 കാലയളവിൽ, 1989-91 കാലയളവിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു. ആളുടെ പേര് ഭാർഗവി തങ്കപ്പൻ. ക്ലിയർ തന്നെ. അപ്പോൾ 1991 ശേഷം 35 വർഷത്തിന് ശേഷമാണ് എന്താണ് വീണ്ടും ഒരു വനിത ഈ പദവിയിൽ എത്തുന്നത്. കിട്ടുന്നുണ്ടോ? കേരളത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് 35 വർഷത്തിന് ശേഷം എത്തിയ വനിതയാണ് ആര്? നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ. അതുകൊണ്ട് മണ്ഡലം സഹിതം ഇമ്പോർട്ടൻ്റ് അരൂർ ആലപ്പുഴ. അപ്പോൾ നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. അടുത്ത ശ്രദ്ധിച്ചോ, പ്രോടൈം സ്പീക്കർ. കിട്ടുമോ? 16ാമത് കേരള നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ ആര് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ആളുടെ പേര് G സുധാകരൻ. ഓക്കെ, ഇൻഷ്യലിനൊക്കെ പ്രാധാന്യമുണ്ട്. K സുധാകരനൊക്കെ രാഷ്ട്രീയ മേഖലയിലുള്ളവരാണ്, തിരിഞ്ഞു പോരുത്. അപ്പോൾ നിലവിലെ പ്രോടൈം സ്പീക്കർ G സുധാകരൻ്റെ നിയോജക മണ്ഡലം ദാ ഇവിടെ ഉണ്ട്, അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ നിന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട പോയിന്റുകൾ ശ്രദ്ധിച്ചോ. ഈ പറഞ്ഞ G സുധാകരൻ്റെ കേരള നിയമസഭയിലെ പ്രസംഗങ്ങളുടെ സമാഹാര ഗ്രന്ഥത്തിൻ്റെ പേര്, കേരളത്തിലെടുത്തിട്ട് ഒരുപാട് വിവാദമുണ്ടാക്കിയ പുസ്തകമാണ്. അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് അവിടെ നിന്ന് ഓർത്തുകൊള്ളണം. G സുധാകരൻ്റെ കേരള നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ സമാഹാര ഗ്രന്ഥത്തിൻ്റെ പേര് ഒന്ന് വായിച്ചോളണം. ദാ കിടക്കുന്നു, കനൽ വഴികളിൽ കരിപുരളാതെ ഭാഗം 1. ഓക്കെ, അല്ലെങ്കിൽ ചോദിക്കും കനൽ വഴികളിൽ കരിപുരളാതെ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? കൃത്യമായിട്ട് അടിക്കണം, G സുധാകരൻ. ഓക്കെ, G സുധാകരൻ എന്ന് പറയുന്നത് അത്യാവശ്യം കവിതകളൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ PSC ചോദിച്ച കൃതി അടക്കം നമ്മൾ അവിടെ നാടി ചെയ്തിട്ടുണ്ട്. ഒന്ന് പഠിച്ചോളണം. ഒന്നാമത്തത് നോക്കൂ, കവിതാ സമാഹാരങ്ങൾ. ഒന്ന് എൻ കവിതേ. ഓക്കെ, എൻ കവിതേ ഒന്നാമത്തത് കവിതാ സമാഹാരം. രണ്ടാമത്തത് ഇന്ത്യയെ കണ്ടെത്തൽ, രണ്ടാമത്തെ കൃതി ഇന്ത്യയെ കണ്ടെത്തൽ കവിതാ സമാഹാരം. മൂന്നാമത്തത് PSC ചോദിച്ചത് പൂച്ചേ പൂച്ചേ എന്ന കവിതാ സമാഹാര രചയിതാവ്. പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഉത്തരം G സുധാകരൻ. അടുത്തത് മണിവീണ, പൂച്ചയുടെ കഴുത്തിലാണ് മണി കെട്ടുന്നത്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. മണിവീണ മന്ത്രിക്കുന്നു. അടുത്തത് അറേബ്യൻ പണിക്കാർ. അടുത്തത് ഉന്നതങ്ങളിലെ പൊള്ള മനുഷ്യർ. അവസാനമായിട്ട് ഭൂമിക്ക് മരണമില്ല. ഓക്കെ, അപ്പോൾ കേരള നിയമസഭയിലെ പ്രസംഗങ്ങളുടെ സമാഹാരം ചോദിച്ചാൽ കനൽ വഴികളിൽ കരിപുരളാതെയും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതാ സമാഹാരങ്ങൾ നമ്മളുടെ ഓർത്തെടുത്തു. എൻ കവിതേ, ഇന്ത്യയെ കണ്ടെത്തൽ, പൂച്ചേ, മണിവീണ മന്ത്രിക്കുന്നു, അറേബ്യൻ പണിക്കാർ, ഉന്നതങ്ങളിലെ പൊള്ള മനുഷ്യർ, ഭൂമിക്ക് മരണമില്ല. ഓക്കെ, ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ് 16ാം കേരള നിയമസഭയിലെ ചീഫ് വിപ്പ്. ഓക്കെ, ചീഫ് വിപ്പ് ആ പേരും ഓർത്തോണം. പഴയ മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ആയിട്ടുള്ള PJ ജോസഫിൻ്റെ മകനാണ് ഇദ്ദേഹം. ആളുടെ പേര് അബു ജോൺ ജോസഫ്. ഓക്കെ, നിലവിലെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. മണ്ഡലം ഓർത്തോണം, തൊടുപുഴയാണ്. തൊടുപുഴ ഇടുക്കി ജില്ലയിലാണെന്ന് കൂടി അവിടെ നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് ശ്രദ്ധിച്ചോ, ചെറിയൊരു ടോപ്പിക്കാണ് പ്രിയദർശിനി പ്രോഗ്രാം അല്ലെങ്കിൽ പ്രിയദർശിനി പദ്ധതി. ക്ലിയർ അല്ലേ? പ്രിയദർശിനി അത്യാവശ്യം ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. ഓക്കെ, പ്രിയദർശിനി പദ്ധതി മാത്രം പഠിച്ചാൽ 1 മാർക്ക് കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചോ. എന്താണ് പ്രിയദർശിനി പദ്ധതി? ഓക്കെ, അപ്പോൾ അതാ നോക്കിയോ, ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്.
കേരള സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി, ഈ പോയിന്റ് അവിടെ നിന്ന് കൃത്യമായിട്ട് ഓർത്തോണം. കേരള സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി പ്രായഭേദമന്യേ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ ഉപയോക്താക്കളെ കൃത്യമായിട്ട് ഓർത്തോണം. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണ് ഏത്? നമ്മളെ ഈ പറഞ്ഞ പ്രിയദർശിനി പദ്ധതി. ക്ലിയർ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഒന്ന് പറഞ്ഞാണ്, കേരള സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി പ്രായഭേദമന്യേ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയുടെ പേര് പ്രിയദർശിനി പദ്ധതി. നമ്മുടെ ഇന്ദിരാഗാന്ധി ഉണ്ടല്ലോ, ഇന്ത്യയുടെ വനിതാ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പൂർണ്ണമായ നാമധേയം തന്നെ ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നാണ്. കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പദ്ധതിക്ക് പേര് പ്രിയദർശിനി എന്ന് തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ഏത് പദ്ധതിയുടെ കീഴിൽ എന്നൊക്കെ PSC ചോദിച്ചാൽ ഈ വാക്ക് അവിടെ നിന്ന് പഠിക്കണം. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ കീഴിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഈ ഒരു യാത്രാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ക്ലിയർ തന്നെ? അവിടെ നിങ്ങൾ ഓർക്കേണ്ട വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്താ കിടക്കുന്നു? കേരളത്തിൽ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്ത ദിവസം 2026 ജൂൺ മാസം 15-ാം തീയതി രാവിലെ 8:30 ഉദ്ഘാടനത്തിൻ്റെ വേദി അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്? തിരുവനന്തപുരം KSRTC സെൻട്രൽ ഡിപ്പോയിൽ നിന്നായിരുന്നു ഇതിൻ്റെ തുടക്കം. ക്ലിയർ തന്നെ? അപ്പോൾ 2026 ജൂൺ 15 രാവിലെ 8:30 KSRTC സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ആരംഭിച്ചത്. ഓക്കെ, ഉദ്ഘാടനം ചെയ്തത് ആദരണീയനായ മുഖ്യമന്ത്രി VD സതീശനും ഒപ്പം നമ്മുടെ ഗതാഗത മന്ത്രി, നമ്മളിപ്പോൾ പഠിച്ചു മാറ്റിയതേ ഉള്ളൂ, CP ജോണും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഓക്കെ, അപ്പോൾ അതും കൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യഘട്ട യാത്ര, ഫസ്റ്റ് ഉദ്ഘാടന ബസ്സിൻ്റെ യാത്ര ഏത് മുതൽ ഏതുവരെ ആയിരുന്നു വെച്ചാൽ തിരുവനന്തപുരം KSRTC സെൻട്രൽ ഡിപ്പോ മുതൽ സെക്രട്ടേറിയറ്റ് വരെ ആയിരുന്നു ആദ്യ യാത്ര. പിന്നീട് ഈ യാത്ര പെരുമാതുറ വരെ നീണ്ടു. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പെരുമാതുറ വരെ ഈ യാത്ര നീണ്ടു എന്ന് അവിടെ നിന്ന് കൃത്യമായി ഓർത്തു വെച്ചേക്കുക. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളൊന്നും ഇതാണ്. ഓക്കെ, ഉദ്ഘാടനം ചെയ്ത ദിവസം. ഓക്കെ, നല്ല പ്രാധാന്യം 2026 ജൂൺ 15. ഓക്കെ, പോയിന്റ് കൃത്യമായി ശ്രദ്ധിച്ചു. അടുത്ത പോയിന്റ്, ആകെ ബസ്സുകളുടെ എണ്ണം. പ്രിയദർശിനി ബസ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്, ഫ്രീ സർവീസ് ഒരുക്കിയിരിക്കുന്നത് എത്ര ഓർഡിനറി ബസ്സുകളിലാണ്? 3125 ബസ്സുകളിലാണ് യാത്രാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ബസ്സുകളുടെ എണ്ണം 3125. ടിക്കറ്റിൻ്റെ പേര് പ്രിയദർശിനി ബസ്സിൽ അറിയാലോ, സർവീസിലെ ടിക്കറ്റ് നൽകിയിരിക്കുന്ന പേര് പ്രിയദർശിനി ടിക്കറ്റ് എന്നാണ്. നിരക്ക് 0 രൂപയാണ്. ഫ്രീ സർവീസ് ആണെന്നറിയാമല്ലോ, നിരക്ക് 0 രൂപയാണ്. അടുത്ത ചോദ്യമാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ചോദ്യം, ബസ്സിൻ്റെ ഡ്രൈവർ. ഓക്കെ, 2026 ജൂൺ 15 പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങിയപ്പോൾ ഉദ്ഘാടന ബസ് ഓടിച്ച വ്യക്തി അല്ലെങ്കിൽ ബസ്സിൻ്റെ ഡ്രൈവർ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം അത് VP ഷീലയാണ്. VP ഷീല എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ പെരുമ്പാവൂർ എന്ന് പറയുന്ന KSRTC ഡിപ്പോയിലെ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ബസ് ഓടിക്കാൻ വേണ്ടി പെരുമ്പാവൂരിൽ നിന്ന് ഈ വനിതയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അതിൻ്റെ ഡ്രൈവറാക്കുകയായിരുന്നു. അപ്പോൾ ഉദ്ഘാടന ബസ്സിൻ്റെ ഡ്രൈവർ VP ഷീല. എന്തുകൊണ്ട് അവിടെ തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് താഴെ കിടക്കുന്നത്. കേരള PSC വഴി KSRTCയിൽ ഡ്രൈവറായി നിയമനം ലഭിച്ച ആദ്യ വനിതയാണ് ആര്? VP ഷീല എന്നവിടെ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, കേരള PSC വഴി KSRTCയിൽ ഡ്രൈവർ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് VP ഷീല. അതുകൊണ്ടാണ് പ്രിയദർശിനി ബസ് സർവീസിൻ്റെ ഉദ്ഘാടന ബസ്സിൻ്റെ ഡ്രൈവറായി ആരെ ചുമതലപ്പെടുത്തിയത്? VP ഷീലയെ ചുമതലപ്പെടുത്തിയതെന്ന് കൂടി അവിടെ നിന്ന് കൃത്യമായി ഓർത്തു വച്ചിരിക്കുക. എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ആനുകാലിക വിഷയം വരെ കാണും വരേക്കും നന്ദി, നമസ്കാരം.